എൻ്റെ ചെറുപ്പത്തിൽ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും അധികം പഠിക്കാനിടയായത് എൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥനാ ജീവിതമാണ്. ഞാൻ പല അനുഭവങ്ങൾ ഓർക്കുന്നുണ്ട്. ഒരു വൈകുന്നേരം ഭക്ഷണമില്ലാതെ കിടക്കുന്ന സമയത്ത് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഏലിയാവിൻ്റെ ദൈവത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളത് എനിക്ക് അപ്പം ഇറച്ചി വേണമെന്ന് പ്രാർത്ഥിച്ചു. അരിയും ചോറും ഇല്ലാത്തതായ ഭവനത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു അപ്പം ഇറച്ചി വേണമെന്ന്. ഞാൻ സന്ധ്യയായപ്പോൾ മയങ്ങിക്കിടന്നുറങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ആരോ ഒരു സ്നേഹിതൻ ഈ ആവശ്യം മനസ്സിലാക്കി. ഒരുപക്ഷെ എൻ്റെ വിശ്വാസ ജീവിതത്തെ ഉദ്ദീപിപ്പിക്കാനായിട്ട്, അഷ്വർ ചെയ്യാനായിട്ടായിരിക്കാം അപ്പവും ഇറച്ചിയുമായിട്ട് ഒരു സ്നേഹിതൻ വന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം എൻ്റെ ചെറുപ്രായത്തിൽ 5, 6, 7 വയസ്സുള്ള സമയത്തെ കാര്യം ഞാൻ പറയുന്നത്, എനിക്ക് വിശ്വാസ ജീവിതം എൻ്റെ അമ്മച്ചിയിൽ കൂടെയാണ് ഉണ്ടായത്. അമ്മച്ചി വളരെ പ്രാർത്ഥന മനുഷ്യത്തിയായിരുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. ഒരു ദിവസം ഭക്ഷണമൊന്നുമില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആ സമയത്ത് അമ്മച്ചി അടുപ്പത്ത് വെള്ളം വെച്ച് തിളപ്പിച്ചിരിക്കുക. ഒരാൾ കുറേ അരിയുമായിട്ട് വരുന്നു. കുറേ പച്ചക്കറിയെല്ലാം കൂടെ കറി വെച്ച് കുക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു. ആ അരി തിളച്ച വെള്ളത്തിലിട്ട് 10 മിനിറ്റിനകം ചോറുണ്ടായി, കറിയുമുണ്ട്. ഇതൊക്കെ വളരെ അത്ഭുതകരമായിട്ട് ദൈവം ചെയ്തതായ കാര്യങ്ങൾ. ഇതൊക്കെ എൻ്റെ മനസ്സിൽ എൻ്റെ ചെറുപ്രായത്തിൽ 5, 6 വയസ്സുള്ള സമയത്ത് അത് രൂഢമൂല. അതുകൊണ്ട് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ ക്രിസ്തീയ പ്രവർത്തനത്തിലേക്കൊക്കെ വന്നതായ സമയത്ത് ഏതെല്ലാം പ്രോജക്ട്സിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തെ വിശ്വസിച്ച് കണ്ണുമടച്ചു പോയിട്ട് ദൈവം ഒരു ദോഷവും വരുത്താതെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചതായ വിശ്വാസ ജീവിതം എനിക്കുണ്ടായിരുന്നു. എനിക്ക് വലിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ മൂവാറ്റുപുഴയിൽ ബഹുമാനപ്പെട്ട പ്രൊഫസർ ജോൺ സക്കറിയ സാറിൻ്റെ ഭവനത്തിലാണ്. വളരെ ദീർഘനാളുകളായി ഒരു വലിയ ആഗ്രഹമായിരുന്നു ജോൺ സക്കറിയ സാറിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്നുള്ളത്. സാറിനെ കുറിച്ച് പറയുമ്പോൾ സാർ എൻ്റെ അധ്യാപകനാണ്. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ തിരുവല്ല ബൈബിൾ സ്കൂളിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗുരുവിൻ്റെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്. പഠിപ്പിക്കുന്ന കാലത്ത് ഇങ്ങനെയൊന്നും ഇരിക്കാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. സാറിൻ്റെ പിതാവ് ഒരു സുവിശേഷകനായിരുന്നു. 66 വർഷം ഒരു സുവിശേഷകനായി, അതായത് ഒരു ഉപദേശിയായി 66 വർഷം വേല ചെയ്തു. ആ പിതാവിൻ്റെ ആ സുവിശേഷ ദർശനവും ദൈവത്തോടുള്ള ആ സമർപ്പണവും അതിൻ്റെ തലമുറയെ ദൈവം മാനിച്ചു. സാറ് കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറായിരുന്നു. അവിടെ നിന്ന് റിട്ടയർഡായി. സാറിൻ്റെ വൈഫ് ഈ മൂവാറ്റുപുഴയിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റാണ്, ഡോക്ടർ മറിയാമ്മ. അങ്ങനെ സാറിൻ്റെ കുടുംബങ്ങളൊക്കെയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. ഇന്നും ഈ പ്രായത്തിലും, സാറിന് ഇപ്പോൾ 84 വയസ്സുണ്ട്, ഈ പ്രായത്തിൽ തന്നെ കൊണ്ട് പറ്റുന്നത് പോലെ സുവിശേഷ വേലയ്ക്ക് കൊടുക്കുകയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സാറാണ്. അതോടൊപ്പം ഗ്രേസ് കൗൺസിലിംഗ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ട്. 10,000-കണക്കിന് ആളുകൾക്ക് അവരുടെ ജീവിത അനുഭവം അല്ലെങ്കിൽ അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ട് കൗൺസിലിംഗ് കൊടുക്കുകയും അവരെയൊക്കെ നല്ല വഴിക്ക് നടത്താനായിട്ട് സാറിന് കഴിഞ്ഞിട്ടുണ്ട്. 10,000-കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. ഇത്രയും ഒരു ശ്രേഷ്ഠനായ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇത്രമാത്രം സ്വാധീനമുള്ള ഒരു സാറാണ് പ്രൊഫസർ ജോൺ സക്കറിയ സാർ. ഇന്ന് സാറിൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് കേൾക്കാം. ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും എന്നെനിക്ക് ഉറപ്പുണ്ട്. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയോട് ചേർന്ന് നിന്നുകൊണ്ട് ആ സഭയുടെ വീഴ്ചയിലും താഴ്ചയിലും ഒക്കെ എല്ലാ രീതിയിലും തന്നെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള കൈത്താങ്ങ് അത് സാമ്പത്തികപരമായും തൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും ആ സഭയ്ക്ക് വേണ്ടി വളരെയധികം അധ്വാനിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. അപ്പോൾ തീർച്ചയായിട്ടും
നിങ്ങൾ ഈ സാറിനെ വിളിക്കണം. സാറിന് വളരെ സമയം കുറവുള്ള ആളാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യാം, സംസാരിക്കാം. പ്രത്യേകിച്ച് കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം. കൗൺസിലിങ്ങിൻ്റെ കോഴ്സ് തന്നെ ഇവിടെയുണ്ട്. ഇന്ന് ഈ സാറിൻ്റെ ജീവിതത്തിലെ സാക്ഷി നിങ്ങൾക്ക് കേൾക്കാനായിട്ട് അവസരമുണ്ട്. സാറേ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി സാറിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സാറിൻ്റെ അടുത്തിരിക്കാൻ കഴിഞ്ഞതിന് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. സാറിൻ്റെ ഒരു ശിഷ്യനായി തീരാൻ കഴിഞ്ഞതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ അനുഭവ സാക്ഷ്യം മറ്റുള്ളവർക്കൊരു പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. സാറേ, സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? സാറിന് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ചാനലിൽ കൂടെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യപ്പെടുവാനായിട്ട് ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് പ്രൊഫസർ ജോൺ സക്കറിയ. ഞാൻ കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തു 1998. എൻ്റെ വൈഫ് ഗവൺമെൻറ് സർവീസിൽ ഗൈനക്കോളജിസ്റ്റായിട്ട് ദീർഘവർഷങ്ങൾ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് റിട്ടയറിന് ശേഷം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. മൂത്തതും ഇളയതും ആൺകുട്ടികളാണ്. അവർ രണ്ടുപേരും എൻജിനീയേഴ്സാണ്. നടുക്കത്തെ മോള് MSc BEd കഴിഞ്ഞ് ബേസിക്കലി ഒരു ടീച്ചറായിരുന്നു. മൂത്ത മകൻ നോയിഡയിൽ പ്രവർത്തിക്കുന്നു. അവൻ്റെ വൈഫ് MCA കഴിഞ്ഞെങ്കിലും കുടുംബിനിയായിട്ടും ആത്മീയ ശുശ്രൂഷകളിൽ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇളയ മകന് അവൻ്റെ വൈഫ് ഫാർമസി കഴിഞ്ഞതാണ് എങ്കിലും ഇപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ളതായ സ്പെഷ്യൽ ചിൽഡ്രന് വേണ്ടിയുള്ള പഠനം സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മൂത്ത മകന് 2 ആൺമക്കളാണുള്ളത്. ഇളയ മകന് ഒരാണും ഒരു പെണ്ണുമാണുള്ളത്. മകൾ ഇപ്പോൾ അവളുടെ ഭർത്താവ് എൻജിനീയറാണ്. അവർ കാൽഗറി കാനഡയിൽ സെറ്റിൽഡാണ്. അവൾക്ക് ഒരു മകളേ ഉള്ളൂ. അവൾ ഡിഗ്രി ഹെൽത്ത് സയൻസസ് എടുത്തതിന് ശേഷം 2 വർഷം വർക്ക് ചെയ്തു. ഇപ്പോഴും ഒപ്റ്റോമെട്രിയിൽ പെൻസിൽവേനിയയിൽ അമേരിക്കയിൽ ഡിഗ്രി കോഴ്സ് ഡോക്ടറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 1 വർഷം കഴിഞ്ഞു. സാറേ, സാറിൻ്റെ മാതാപിതാക്കളെ കുറിച്ചൊന്ന് പറയാമോ? പിതാവ് എന്ത് ജോലിയായിരുന്നു? അതോടൊപ്പം ഇവാഞ്ചലിക്കൽ സഭയിലേക്ക് വരാനായിട്ടുള്ള ഒരു കാരണം, അപ്പോൾ മാതാപിതാക്കളെക്കുറിച്ചും അവരുടെ പശ്ചാത്തലത്തെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ പിതാവ് മാർത്തോമ സഭയിലെ ഒരു സുവിശേഷകനായിരുന്നു 27 വർഷക്കാലം, 1961 വരെ. എൻ്റെ മാതാവ് ഒരു കുടുംബിനിയായിരുന്നു. പക്ഷേ അപ്പച്ചൻ്റെ ആത്മീയ ശുശ്രൂഷകളിൽ സജീവമായിട്ട് പങ്കാളിയായിട്ട് ജീവിച്ചിരുന്നു. ഞങ്ങൾ 5 മക്കളാണുള്ളത്. എനിക്ക് മൂത്തൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ 36 വയസ്സായപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ഞാൻ വീട്ടിലെ മൂത്ത മകനാണ്. ആൺമക്കളിൽ മൂത്തവനാണ്. ഞങ്ങൾ 4 ആൺമക്കളും ഉണ്ടായിരുന്നു. ഞാൻ ജനിച്ചതായ സമയത്ത് ഞാൻ ജനിച്ചു എന്ന് വേണം പറയാൻ. എൻ്റെ വൈഫ് ഒരു ഗൈനക്കോളജിസ്റ്റാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ്ങും ഉണ്ടോ, ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ്ങും ഉണ്ടോ, അതുപോലുള്ളതായ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്നതായ കാലമുണ്ട്. പക്ഷേ ആ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഞാൻ മരിച്ചു എന്ന് മനസ്സിലാക്കി ഒരു പാളയിൽ അടക്കാനായിട്ട് മാറ്റി വെച്ചതാണ്. പക്ഷേ എൻ്റെ അമ്മയുടെ അമ്മച്ചി ഒരു പ്രാദേശിക ശ്രുതികർമ്മിണിയായിരുന്നു. അമ്മച്ചി എൻ്റെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇരുമ്പ് വെച്ച് പഴിപ്പിച്ച് എൻ്റെ പൊക്കിളിനെ വെച്ചു, കിണ്ണത്തിൽ കമ്പി അടിച്ച് ഓടിച്ചു, അങ്ങനെയൊക്കെ പല കാര്യങ്ങളെല്ലാം ചെയ്ത് എൻ്റെ വലത് കാലിൽ തള്ളവരൽ അനങ്ങി എന്ന് പറഞ്ഞു. അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിമാരുണ്ട്. ഇവരെല്ലാവരും ആ അമ്മ വീട്ടിലും അപ്പൻ്റെ വീട്ടിലും ആദ്യത്തെ ആൺ സന്തതിയാണ്. നിൻ്റെ ആഗ്രഹം കൊണ്ട് നിനക്ക് തോന്നുന്നതാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് പക്ഷേ ജീവൻ തിരിച്ചു കിട്ടി. സാറിൻ്റെ പിതാവ് പിന്നീട് ഇവാഞ്ചലിക്കൽ സഭയിലെ സുവിശേഷ പ്രവർത്തനായിരുന്നു അല്ലേ? അതെ. സാറ് പഠിച്ചതും വളർന്നൊക്കെ എവിടെയാണ്? ഞാൻ ചെറുപ്പത്തിൽ മാർത്തോമ സഭയിൽ കരുനാഗപ്പള്ളിയിലാണ് എൻ്റെ നിലത്തെഴുത്ത് പഠിച്ചത്. പിന്നീട് 1-ാം ക്ലാസ് പഠിച്ചത് കുമ്പനാട് നെല്ലിമല സ്കൂളിൽ ആണ് പഠിച്ചത്. 2 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിൽ പഴഞ്ഞിക്ക് അടുത്ത് മൂക്കോല എന്ന് പറയുന്ന മിഷൻ ഫീൽഡിൽ മാർത്തോമ മിഷൻ ഫീൽഡിലാണ് പഠിച്ചത്.
അത് കഴിഞ്ഞ് 2 വർഷം എൻ്റെ പിതാവ് നാട്ടിൽ വന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് താമസിക്കേണ്ടി വന്നു. അപ്പച്ചൻ കൊമ്പാടി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആദ്യം പഠിച്ചത്. രണ്ടാമതും ഈ കാലഘട്ടത്തിൽ പഠനത്തിനായിട്ട് വന്നു. ആ സമയത്ത് 2 വർഷം ഞാൻ കുമ്മനാട് നോയൽ മെമ്മോറിയൽ സ്കൂളിലാണ് ഫസ്റ്റ് ഫോമും സെക്കൻഡ് ഫോമും പഠിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാരയ്ക്കലാണ് താമസിച്ചിരുന്നത്. മേപ്രാൽ, ചാത്തങ്കരി തുടങ്ങിയ മാർത്തോമാ സഭകളിലായിരുന്നു അപ്പച്ചൻ്റെ സുവിശേഷ വേല. അവിടെ ഞാൻ 3rd ഫോം മുതൽ 6th ഫോം വരെ പെരിങ്ങര PMV ഹൈസ്കൂളിൽ പഠിച്ചു. പിന്നീട് കോളേജിൽ മാർത്തോമാ കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി 1959-60 പഠിച്ചു. അതിനുശേഷം അപ്പച്ചന് ട്രാൻസ്ഫർ കിട്ടിയത് നാരങ്ങാനത്താണ്, കോഴഞ്ചേരിക്കകത്തുള്ള നാരങ്ങാനത്ത്. അവിടെ പോയപ്പോൾ ഞാൻ കോഴഞ്ചേരി കോളേജിൽ BSc മാത്തമാറ്റിക്സ് അഡ്മിഷൻ എടുത്തു. ഓക്കെ സാറ്, ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ളൊരു കാരണം എന്താണ്? പിതാവ് ഉപദേശിയായിരുന്നു, സുവിശേഷകനായിരുന്നു. എന്നാൽ സാറിൻ്റെ ആ വിദ്യാഭ്യാസത്തിന് ശേഷം അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ ഒരു യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? അതിന് എന്താണ് അതിൻ്റെ പിന്നിലുള്ള അതിന് മുമ്പ് ഒരു പശ്ചാത്തലം പറയാനായിട്ടുണ്ട്. എൻ്റെ അമ്മ എന്നെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് നേർന്നു. ഒരുപക്ഷെ മരിച്ചു ജനിച്ചതായ വ്യക്തി എന്നുള്ളതിലും ഏറ്റവും മൂത്ത മകനെന്നുള്ളതിലും പിതാവിൻ്റെ കാലടികളിൽ പോകണം താല്പര്യം കൊണ്ടുമായിരിക്കാം അപ്രകാരം സമർപ്പിച്ചത്. ഞങ്ങൾ മൂക്കോല മിഷൻ ഫീൽഡിലായിരിക്കുന്ന സമയത്ത്, അന്ന് എനിക്ക് 9 വയസ്സുണ്ട്. ആ സമയത്ത് എൻ്റെ പിതാവ് മൂക്കോല പള്ളിയിൽ ഞായറാഴ്ച നടത്തിയതായ ഒരു പ്രസംഗത്തിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചതാണ്. പക്ഷേ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് മുമ്പും അതിന് ശേഷവും പ്രത്യേകമായ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധ്യമല്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കേണ്ടതാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ സ്വീകരിച്ചു. എന്നാൽ അതിനു മുമ്പ് തന്നെ വളരെ ഭക്തിയിലാണ് ഞാൻ വളർത്തപ്പെട്ടത്. അതുകൊണ്ട് എനിക്ക് സുവിശേഷ വേലയിലുള്ള സമർപ്പണവും ആ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു. സാറിൻ്റെ പിതാവ് ഒരു സുവിശേഷകനായിരുന്നുകൊണ്ട് ഒരു പക്ഷേ വലിയ കഷ്ടതയിലും ദുരിതത്തിലുമൊക്കെ ആയിരിക്കും വളർന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പം പിതാവിൻ്റെ ആ സുവിശേഷ പ്രവർത്തനവും അതോടൊപ്പം സാറിൻ്റെ ബാല്യകാലവും അന്ന് അനുഭവിച്ചിട്ടുള്ള സന്തോഷങ്ങൾ, അതുപോലെ ദുരിതങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ ചെറുപ്പകാലത്ത് ഈ കുടിപ്പള്ളിക്കുടത്തിൽ അല്ലെങ്കിൽ നിലത്തെഴുത്ത് പഠിക്കുന്ന കാലത്താണ് ഞങ്ങൾ കരുനാഗപ്പള്ളി താമസിക്കുന്നത്. അന്ന് ക്ഷാമകാലമാണ്, യുദ്ധകാലമാണ്, 1943-48 കാലഘട്ടമാണ്. ദാരിദ്ര്യം വളരെ ഉണ്ടായിരുന്നു. അന്ന് അപ്പച്ചന് കിട്ടുന്ന ശമ്പളം 3 രൂപയാണ്. എന്നാൽ എൻ്റെ അമ്മച്ചി വളരെ പ്രാർത്ഥന സ്വഭാവമുള്ളൊരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ അപ്പച്ചൻ വളരെ തിറമുള്ളതായൊരു ക്രിസ്തീയ ശുശ്രൂഷകനായിരുന്നു. ജീവിതത്തിലെ ആവശ്യങ്ങളെക്കുറിച്ച് മറ്റൊരാളോടും പറയുകയോ ആവശ്യപ്പെടുകയോ കടം വാങ്ങിക്കുകയോ അതുപോലുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യുകയില്ലായിരുന്നു. അതുമാത്രമല്ല, എൻ്റെ അമ്മച്ചി ഭവനത്തിലെ പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് അപ്പച്ചനോട് പറയുകയുമില്ലായിരുന്നു. പ്രത്യേകിച്ച് അപ്പച്ചൻ വീടുകൾ സന്ദർശിക്കാനും സദസ്യം പോകുമ്പോൾ അവിടെയൊക്കെ ഭക്ഷണം ലഭിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തിരിച്ചിവിടെ വരുമ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളൊരു കാര്യം പറയാൻ അമ്മച്ചി മടിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും അധികം പഠിക്കാനിടയായത് എൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥനാ ജീവിതമാണ്. ഞാൻ പല അനുഭവങ്ങൾ ഓർക്കുന്നുണ്ട്. ഒരു വൈകുന്നേരം ഭക്ഷണമില്ലാതെ കിടക്കുന്ന സമയത്ത് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഏലിയാവിൻ്റെ ദൈവത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളത് എനിക്ക് അപ്പം ഇറച്ചി വേണമെന്ന് പ്രാർത്ഥിച്ചു. അരിയും ചോറും ഇല്ലാത്തതായ ഭവനത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു അപ്പം ഇറച്ചി വേണമെന്ന്. ഞാൻ സന്ധ്യയായപ്പം മയങ്ങിക്കിടന്നുറങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ആരോ ഒരു സ്നേഹിതൻ ഈ ആവശ്യം മനസ്സിലാക്കി ഒരുപക്ഷെ എൻ്റെ വിശ്വാസ ജീവിതത്തെ ഉദ്ദീപിപ്പിക്കാനായിട്ട്, അഷ്വർ ചെയ്യാനായിട്ടായിരിക്കാം അപ്പവും ഇറച്ചിയുമായിട്ട് ഒരു സ്നേഹിതൻ വന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം എൻ്റെ ചെറുപ്രായത്തിൽ 5, 6, 7 വയസ്സുള്ള സമയത്തെ കാര്യം ഞാൻ പറയുന്നത്, എനിക്ക് വിശ്വാസ ജീവിതം എൻ്റെ അമ്മച്ചിയിൽ കൂടെയാണ് ഉണ്ടായത്. അമ്മച്ചി വളരെ പ്രാർത്ഥന മനുഷ്യയായിരുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. ഒരു ദിവസം ഭക്ഷണമൊന്നുമില്ല.
അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആ സമയത്ത് അമ്മച്ചി അടുപ്പത്ത് വെള്ളം വെച്ച് തിളപ്പിച്ചിരിക്കുക. ഒരാൾ കുറേ അരിയുമായിട്ട് വരുന്നു, കുറേ പച്ചക്കറിയെല്ലാം കൂടെ കറി വെച്ച് കുക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു. ആ അരി തിളച്ച വെള്ളത്തിലിട്ട് 10 മിനിറ്റിനകം ചോറുണ്ടായി, കറിയുമുണ്ട്. ഇതൊക്കെ വളരെ അത്ഭുതകരമായിട്ട് ദൈവം ചെയ്തതായ കാര്യങ്ങൾ. ഇതൊക്കെ എൻ്റെ മനസ്സിൽ എൻ്റെ ചെറുപ്രായത്തിൽ 5-6 വയസ്സുള്ള സമയത്ത് അത് രൂഢമൂലം. അതുകൊണ്ട് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ ക്രിസ്തീയ പ്രവർത്തനത്തിലേക്കൊക്കെ വന്നതായ സമയത്ത് ഏതെല്ലാം പ്രോജക്ട്സിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തെ വിശ്വസിച്ച് കണ്ണുമടച്ചു പോയിട്ട് ദൈവം ഒരു ദോഷവും വരുത്താതെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചതായ വിശ്വാസ ജീവിതം എനിക്കുണ്ടായിരുന്നു. അതെനിക്ക് വലിയ ചലഞ്ചാണ്. അതുപോലെ എൻ്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞാൽ ദൈവവചനം നന്നായി പഠിക്കുകയും പഠിപ്പിക്കുകയും ഏതൊരു വ്യക്തിയോടും ഏത് സ്ഥാനത്തും ഒറ്റയ്ക്ക് കാണുന്നവരോട് വ്യക്തിപരമായ സുവിശേഷം പറയുകയും ചെയ്യുന്നതായ ഒരു സ്വഭാവമുണ്ട്. യേശുവിനെക്കുറിച്ച് നാണിക്കാത്തതായ ഒരു സ്വഭാവമുണ്ടായിരുന്നു. അവസരം കിട്ടുന്നിടത്തൊക്കെ വെറുതെ ഇരിക്കുന്നതായ സ്ഥലത്ത് ആശുപത്രിയിൽ പേഷ്യൻറ്റിനെ കാണാനായിട്ട് പോകുമ്പോൾ അവിടുത്തെ അരമതിലിൽ ഇരിക്കുമ്പോൾ വരുന്ന ആളുകളോട് സുവിശേഷം പറയുന്ന ആളുടെ അനുഭവങ്ങളൊക്കെ എൻ്റെ സ്നേഹിതർ, എൻ്റെ അപ്പച്ചൻ്റെ സ്നേഹിതർ പറഞ്ഞ് എനിക്കറിയാം. അപ്പോൾ എനിക്ക് രണ്ടുപേരും എൻ്റെ ജീവിതത്തിൽ വളരെ ചലഞ്ചിങ് ആയിരുന്നു, മാതൃകയുള്ളവരായിരുന്നു. മറ്റ് പല സുവിശേഷകരെക്കാളും എൻ്റെ ജീവിതത്തിൽ മാതൃകയുള്ളതായ മാതാപിതാക്കളായിരുന്നു എൻ്റെ മാതാവും പിതാവും. അപ്പച്ചൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടെ ഒന്ന് വിവരിക്കാവോ? സാറ് ചെറുപ്പം മുതൽ ഒരു സുവിശേഷകൻ്റെ മകനായി ജനിച്ചു വളർന്നു. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരു സുവിശേഷകൻ എന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിലാണെങ്കിലും വലിയ തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉള്ള അവസ്ഥകളെക്കുറിച്ചൊന്ന് പറയാമോ? അപ്പച്ചന് എനിക്കിട്ട പേര് തന്നെ ഒരു പ്രത്യേകമാണ്. സക്കറിയ പ്രവാചകന് മകൻ യോഹന്നാന് പേരിട്ടതുപോലെയാണ് എനിക്ക് പേരിട്ടത്. എനിക്ക് വാസ്തവത്തിൽ എനിക്ക് പറയേണ്ടത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരാണ്, ചെറിയൻ എന്നാണ്. പക്ഷേ അപ്പച്ചൻ എന്തുകൊണ്ടോ എനിക്ക് ജോൺ എന്നുള്ള പേര് ഇട്ടു. പിന്നെ അതുകൊണ്ട് എൻ്റെ അടുത്ത ബ്രദറാണ് ചെറിയനായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ അപ്പച്ചൻ്റെ ജീവിതത്തിൽ ആ ക്രിസ്തീയ ദർശനത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ദാരിദ്ര്യങ്ങളോ ചുറ്റുപാടുകളോ വന്നാൽ അതിനെക്കുറിച്ച് ഒരു മനുഷ്യരോടും പരാതി പറയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഞാൻ കോഴഞ്ചേരി കോളേജിൽ BSc പാസ്സായി കഴിഞ്ഞ ശേഷം അതിനിടയ്ക്ക് എനിക്ക് വീട്ടിലെ പ്രാരാബ്ദം കൊണ്ടൊക്കെ മിലിറ്ററിയിൽ പോകാനായിട്ടുള്ളതായ ഒരു താല്പര്യമുണ്ടായി. എൻ്റെ 2 സ്നേഹിതരും കൂടെ ഞാൻ മിലിറ്ററി സെലക്ഷന് വേണ്ടി കോട്ടയത്ത് പോയതാണ്. പക്ഷേ അപ്പച്ചൻ വന്ന് എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു. ആ സ്നേഹിതരിൽ ഒരാൾക്ക് മിലിറ്ററിയിൽ പ്രവേശനം ലഭിച്ചു. അവർ 2 പേരും യാക്കോബക്കാരായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ആ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് നടത്തുമായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് വന്ന് ഞാൻ BSc നന്നായിട്ട് നല്ല മാർക്കോട് പാസ്സായി. MScക്ക് എനിക്ക് മാർത്തമ്മ കോളേജ് തിരുവല്ലയിൽ അഡ്മിഷൻ കിട്ടി. പക്ഷേ അവിടെ അഡ്മിഷൻ കിട്ടി ജോയിൻ ചെയ്യേണ്ട ദിവസം എനിക്ക് ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് അഡ്മിഷൻ കിട്ടി. മാർത്തമ്മ കോളേജിൽ അന്ന് MSc മാത്തമാറ്റിക്സ് തുടങ്ങുന്ന വർഷമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ പാരമ്പര്യമുള്ളതായ ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഞാൻ പോയി അവിടെ ജോയിൻ ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ എൻജിനീയറിങ്ങിന് പോകാനിടയായത്. അവിടെ ചെന്ന ആ സമയത്ത് ചൈനീസ് അഗ്രഷൻ്റെ കാലമാണ്. പ്രത്യേകിച്ച് ഗവൺമെൻറ് ഒരു 90 പേർക്ക് വേണ്ടി ഒരു എൻജിനീയറിംഗ് കോഴ്സ് 3 ഇയർ ഡിഗ്രി കോഴ്സ്, ഡിഗ്രി കഴിഞ്ഞവർക്ക് വേണ്ടി ഒരു കോഴ്സ് ചലഞ്ച് ചെയ്തു, അല്ലെങ്കിൽ സ്ഥാപിച്ചു. എൻ്റെ പാസ്റ്റർ അവിടുത്തെ സക്കറിയ അച്ഛൻ എന്നെ ഉത്സാഹിപ്പിച്ച് എന്നെ എൻജിനീയറിങ്ങിന് വിട്ടു. എനിക്ക് എൻജിനീയറിംഗിന് പോകാൻ താല്പര്യമില്ലായിരുന്നു. കാരണം 1960 ഞാൻ പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞപ്പോൾ യാദൃച്ഛികമായി പത്രത്തിൽ കണ്ടതായ ഒരു ന്യൂസ് അനുസരിച്ച് ഇവാഞ്ചലിക് യൂണിയൻ്റെ ഒരു ക്യാമ്പിൽ കൊമ്പാടി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് പോയി സംബന്ധിക്കാനിടയായി. എനിക്ക് ആമ്പുള്ളിൽ ഇഷ്ടമായിരുന്നു. ഇവാഞ്ചലിക് യൂണിയനെക്കുറിച്ച് ആരും പറഞ്ഞു തന്നതല്ല, എന്നെ ആരും ആഹ്വാനം ചെയ്തതല്ല, ദൈവം തന്നെ ആഹ്വാനം ചെയ്ത് പത്രത്തിൽ കണ്ട ന്യൂസ് അനുസരിച്ചാണ് പോയത്. അപ്പോൾ സുവിശേഷ വേലയ്ക്ക് എന്നെ സമർപ്പിച്ച അമ്മച്ചി, ഞാനും സുവിശേഷ വേലയ്ക്ക് എന്നെ തന്നെ സമർപ്പിച്ചതായി ഞാൻ അവിടെ വെച്ച് ഒരു തീരുമാനം എൻ്റെ 17ാമത്തെ വയസ്സിലെടുത്തു. ദൈവം അനുവദിച്ച സാമ്പത്തിക പരാധീനതകളുള്ള 5 മക്കളുള്ള കുടുംബത്തിൽ ദൈവം അനുവദിച്ച് എനിക്ക് വിദ്യാഭ്യാസം തന്നാൽ, ഒരു MSc വരെ പഠിക്കാൻ സാധിച്ചാൽ, ഒരു കോളേജ് അധ്യാപകനായി ഇവാഞ്ചലിക്കൽ യൂണിയൻ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ ഇടയിൽ
ക്രിസ്തീയ പ്രവർത്തനം നടത്താനുള്ളതായ ഒരു സമർപ്പണം ഞാൻ എടുത്തു. പക്ഷേ അതിനുള്ള സാധ്യതകൾ എനിക്കറിയത്തില്ല. എന്നാൽ യൂണിവേഴ്സിറ്റി കോളേജ് ചെന്ന സമയത്ത് എനിക്ക് അതിനുള്ളതായ സാധ്യത എൻ്റെ ഹൃദയത്തിലുണ്ടായി. 2 വർഷം MSc കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു കോളേജിൽ അധ്യാപകനായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഞങ്ങളുടെ വികാരി അച്ഛൻ സക്രിയാച്ചൻ്റെ PC സക്രിയാച്ചൻ നിർബന്ധത്തിൽ ഞാൻ എൻജിനീയറിങ്ങിന് ചേർന്നു. 2 പ്രാവശ്യം ഞാൻ അത് റിസൈൻ ചെയ്തേച്ച് വീണ്ടും ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജ് വരാൻ താല്പര്യപ്പെട്ടെങ്കിലും ദൈവം സമ്മതിച്ചില്ല. അവസാനം ഞാൻ എൻജിനീയറിങ് ഡിഗ്രി പാസ്സായി. അപ്പോൾ എനിക്ക് കേരളത്തിൽ എത്ര എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടെന്ന് പോലും ഒന്നും എനിക്കറിയാൻ പാടില്ല. ഇപ്പോഴന്ന് 6 എഞ്ചിനീയറിംഗ് കോളേജേ ഉള്ളൂ. കോതമംഗലത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടെന്നും അറിയാൻ പാടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സുവിശേഷ വേലയുള്ള താല്പര്യം കൊണ്ട് ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയിൽ വടക്കേണ്ടിയിൽ പോയി സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹിച്ച് എൻ്റെ സഹോദരി അന്ന് ആസാമിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഒക്കെ ശ്രമിച്ചു. പക്ഷെ അവിടെ എങ്ങും കിട്ടിയില്ല. അവസാനം കോതമംഗലത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു. ഇവിടെ ആരോ പറഞ്ഞു വന്ന് ഇവിടെ എനിക്ക് സെലക്ഷൻ കിട്ടി. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് ഒരു അധ്യാപകരാകാൻ അവസരം തന്നു. അതും ഇവാഞ്ചലിക്കൽ യൂണിയൻ്റെ പ്രവർത്തനമില്ലാത്ത ഒരു സ്ഥലത്ത്. അങ്ങനെ 1966 കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിട്ട് പ്രവേശിക്കുകയും അവിടെ ഒരു ഇവാഞ്ചലിക് യൂണിയൻ സ്ഥാപിക്കുവാനായിട്ട് ഇടയാകുകയും അവിടെ നിന്ന് അനേകം ചെറുപ്പക്കാർ, ക്രിസ്തീയ സാഹചര്യങ്ങളുള്ളവർ, കത്തോലിക്കര്, യാക്കോബക്കാർ, ഹിന്ദുക്കൾ, അങ്ങനെയുള്ളതായ പല സാഹചര്യമുള്ളതായ അനേകം ആളുകൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുഖാന്തരമായ ഇവാഞ്ചലിക് യൂണിയൻ സ്ഥാപിക്കുന്നതിന് ഞാനും മുഖാന്തരമായി തീർന്നു. എൻ്റെ കൂടെ വേറെ 2 സ്നേഹിതരുണ്ടായിരുന്നു. അന്ന് സ്റ്റുഡൻ്റായിരുന്ന ജോയ് ഡേവിഡ് പിന്നീട് അധ്യാപകനായിട്ട് വന്നു. അതിന് മുമ്പുണ്ടായിരുന്ന ഈപ്പൻ സാറ്. ഞങ്ങൾ 3 പേരും കൂടെ അവിടെ ഇവാഞ്ചലിക് യൂണിയനിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിൽ സ്റ്റുഡൻസിൻ്റെതായ മിനിസ്ട്രിയുടെ താല്പര്യം കൊണ്ട് നോർത്ത് കേരളയിലുള്ളതായ ഇവാഞ്ചലിക്കൽ യൂണിയൻ്റെ കോളേജ് സ്റ്റുഡൻസിനുള്ളതായ പ്രവർത്തനത്തിൽ ഞങ്ങൾ ടീമായിട്ട് പോയി പ്രവർത്തിക്കുമായിരുന്നു. ഒരുപക്ഷെ ഒരു വെള്ളിയാഴ്ചയോ ഒരു തിങ്കളാഴ്ചയോ അവധിയെടുത്ത് 3 ദിവസത്തേക്ക് നോർത്ത് കേരളയിൽ പോയി കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി EUവിൻ്റെ ഇവാഞ്ചലിക് സ്റ്റുഡൻസിൻ്റെ പ്രവർത്തനം, ഇൻ്റർ ഡിനോമിനേഷണലായിട്ടുള്ള പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുക്കുവാനായിട്ടായി. എൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല ഇവാഞ്ചലിക്കൽ യൂണിയൻ ആയിരുന്നു. ഓക്കെ സാറ്, ഈ സുവിശേഷ വേല ഇതൊരു പൂർണ്ണസമയ സുവിശേഷകനാകാൻ പറ്റിയില്ലെങ്കിലും സാറിന് കിട്ടുന്നിടത്തോളം സമയം സാറ് സുവിശേഷ വേലയിൽ ചെലവഴിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സാർ, ഈ ഇവാഞ്ചലിക്കൽ സഭയുമായിട്ട് ചേർന്നുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? 1961 ഇവാഞ്ചലിക്കൽ സഭ ഉണ്ടായത്. അന്ന് ഞങ്ങൾ നാരങ്ങാന് താമസിക്കുക. ഞാൻ അന്ന് പ്രൈമറി ക്ലാസ്സിൽ സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും സീനിയർ ക്ലാസ്സിൽ സൺഡേ സ്കൂൾ പഠിക്കുകയും ചെയ്യുന്ന സമയം. അന്ന് ഞങ്ങൾ സൺഡേ സ്കൂൾ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ പിതാവുമുണ്ട്. ഒരു ജംഗ്ഷനിൽ വന്നതായ സമയത്ത് അവിടുന്ന് മാർത്തക്കന്മാർ, സ്നേഹിതന്മാർ പറഞ്ഞു, ഇനിയും നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. കാരണം സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ, പത്യോപദേശ സമിതി, ഇവയുമായിട്ടെല്ലാം എൻ്റെ അപ്പച്ചന് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നടന്നതായ സമയത്ത് ഞങ്ങളൊക്കെ അതിന് പോയിരുന്നു. അതുകൊണ്ട് അവർ ഞങ്ങളോട്, ഞങ്ങളുടെ ബന്ധത്തിലുള്ള ആളുകൾ വരെയാണ്, ഇനിയും ഞങ്ങൾ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ തടഞ്ഞു. അതിനു മുമ്പ് തന്നെ അപ്പച്ചൻ എന്നോട് സംസാരിച്ചു. എനിക്കൊന്ന് 18 വയസ്സുണ്ട്, ഞാനാണ് മൂത്ത മകൻ. അപ്പച്ചൻ പറഞ്ഞു, മോനെ, നമ്മൾ മാർത്തോമാ സഭയിൽ സുവിശേഷ വിഹിത വിശ്വാസത്തിന് വേണ്ടി യാക്കോബായ സഭയിൽ വന്നതായ സഭയാണ്. ഇന്ന് ഇതിൻ്റെ ട്രെൻഡെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. യാക്കോബായ സഭയിലെ വിശ്വാസങ്ങളെല്ലാം സ്വീകരിച്ചു കൊണ്ടുപോകുന്ന നേതൃത്വവും കാര്യങ്ങളുമെല്ലാം ഉള്ളപ്പോൾ നമുക്ക് ഈ സുവിശേഷത്തിന് വേണ്ടി തന്നെ തുടർന്നും മാർത്തോമാ സഭ ഏതിനു വേണ്ടി തിരഞ്ഞോ ആ സ്ഥാനത്ത് തന്നെ നിൽക്കാനായിട്ട് താല്പര്യമുണ്ട്. ഇപ്പോൾ ഇവാഞ്ചലിക് സഭ ഉണ്ടായിരിക്കുന്ന ആ ഉദ്ദേശത്തിലാണ്. നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പം ഒത്ത സംഗതിയാണെങ്കിൽ നമുക്കതിനു വേണ്ടി നീക്കാം, അതിൻ്റെ പ്രയാസങ്ങൾ സാരമില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, മാർത്തോമാ സഭയിൽ ഇപ്പോൾ കിട്ടുന്നതായ ശമ്പളമൊക്കെ ഉണ്ട്, ചിലപ്പോൾ ഇനി അത് വർദ്ധിച്ചെന്നിരിക്കും, ഇവാഞ്ചലിക് സഭ വരുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാകും, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ഇവാഞ്ചലിക് സഭയിലേക്ക് വന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വലിയ ധാരാളിത്തത്തിലൊന്നുമല്ലെങ്കിലും ചെറിയ രീതിയിലാണെങ്കിലും
ഞങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ നടത്താനായിട്ട് സാധിച്ചു. എൻ്റെ വിദ്യാഭ്യാസം നടത്തിയെങ്കിലും എൻ്റെ അനുജന് അത്രയും മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. അവന് പോകാൻ സാധിച്ചില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. അവന് പോളിടെക്നിക് അഡ്മിഷൻ കിട്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് വിടണം. എനിക്ക് എഞ്ചിനീയറിംഗ് കിട്ടി, ഞാൻ വേറൊരു സ്ഥലത്ത് പോയി. രണ്ടുപേരെ കൂടെ വീട്ടിൽ നിന്ന് വിടാൻ നിർത്തിയില്ല. അതുകൊണ്ട് അവൻ്റെ പഠനം അവിടെ വെച്ച് നിർത്തി. അവൻ ടൈപ്പും ഷോർട്ട് ഹാൻഡും ഒക്കെ പഠിച്ച് അവൻ ബോംബെയിൽ പോയി. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവനിന്ന് ഗൾഫിലെ മസ്കറ്റിൽ ഒരു പാസ്റ്ററായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവനിന്നിപ്പോൾ ഏതാണ്ട് 79 വയസ്സുണ്ട്. ഇപ്പോഴും അവൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുന്നുണ്ട്. ദൈവം അവനെ അനുഗ്രഹിച്ചു. അവന് ദൈവത്തിൻ്റെ കൃപയിൽ അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ബുദ്ധിമുട്ടുകൾ കൊടുത്തുപോയി. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ആകെപ്പാടെ 2 പുസ്തകങ്ങളെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചുള്ളൂ. ബാക്കിയൊക്കെ ലൈബ്രറിയിൽ പോയി വായിച്ച് മനസ്സിലാക്കിയായിരുന്നു. ദൈവം അതുകൊണ്ട് ഒരു ദോഷവും വരുത്തിയില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം വേണ്ടതായ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതായ വലിയൊരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. സാർ, ഒരു സുവിശേഷകൻ്റെ മകനായി ജനിച്ച സാറ് ഇത്രയും പരാധീനതകളുടെ മധ്യത്തിൽ ഒരു പ്രൊഫസറായി തീർന്നു. അപ്പം ആ വിദ്യാഭ്യാസത്തിനൊക്കെ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ചിലവാഴി. അപ്പോൾ സാറിൻ്റെ ആ സക്സസ്, അതായത് ഒരു പ്രൊഫസർ വരെ എത്തിയതായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് മറ്റുള്ളവരോട് പറയാനായിട്ടൊരു സന്ദേശം എന്താണ്? എങ്ങനെയാണ് ഇത്രയും ഒരു ഉയർന്ന പൊസിഷനിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എൻ്റെ അച്ഛൻ മാതൃകയുള്ള ഒരു സുവിശേഷകനായി ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങളുടെ സഭയിൽ തന്നെ വളരെ ധനമുള്ളതായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ അദ്ദേഹത്തിൽ നിന്ന് അന്നത്തെ കാലത്ത് ഞാൻ പഠിക്കുന്ന കാലത്ത് 1500 രൂപ, ഇപ്പോഴത്തെ 1500 എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ 50,000-നോ അതിനേക്കാൾ 1.5 ലക്ഷം രൂപയോ 1500 രൂപ കടം വാങ്ങിച്ചു. ഞാൻ ഈ കോളേജിൽ വന്ന് പഠിപ്പിച്ചതിന് ശേഷം അന്ന് എനിക്ക് 381 രൂപയാണ് ഇവിടെ ശമ്പളം കിട്ടുന്നത്. ആ 1500 രൂപയും അപ്പച്ചൻ തിരിച്ചു കൊണ്ട് കൊടുത്തു. 2 കാര്യങ്ങൾ സംഭവിച്ച് ഞാൻ പറയാം. ഒന്ന്, അപ്പച്ചനോട് ആ മനുഷ്യൻ പറഞ്ഞു, പല ആളുകളും കടമാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയി, ഉപദേശം മാത്രമേ തിരിച്ചു തന്നിട്ടുള്ളൂ. 2, ഞാൻ ചെല്ലുമ്പോഴും എൻ്റെ അപ്പച്ചൻ ചെല്ലുമ്പോഴും ആ ധനാഢ്യനായ മനുഷ്യൻ, വലിയ എസ്റ്റേറ്റുള്ള മനുഷ്യനാണ്, ആദരവോടെ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അത് വലിയ അനുഭവം. സാർ, ഈ ഇവാഞ്ചലിക്കൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? അതിൻ്റെ അതെന്താണെന്ന് കൂടെ ഒന്ന് വിവരിക്കാമോ? യൂണിയൻ ഓഫ് ഇവാഞ്ചലിക്കൽ സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതായ സ്ഥാപനം 1964 ആരംഭിച്ചതാണ്. അത് ഇന്ത്യയിലെ തമിഴ്നാട്ടിലുള്ളതായ വെല്ലൂര്, മദ്രാസ്, കോയമ്പത്തൂർ, അവിടെ 3 പ്രെയർ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ആ 3 പ്രെയർ ഗ്രൂപ്പുകളിലുള്ളതായ ആളുകൾ മദ്രാസിൽ നിന്ന് പോയി കോയമ്പത്തൂർ ഉള്ള യുവിനകത്ത് വന്നവർ കോയമ്പത്തൂർ പോയി അവിടെ സ്ഥാപിച്ച് ആ 3 ഗ്രൂപ്പുകളും കുറിച്ച് ചേർന്ന് ഇന്റർ ഡിനോമിനേഷനിലായിട്ട് സഭാ വ്യത്യാസമില്ലാതെ കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്ത് സഭ വരെ ഏത് സഭകളിൽപ്പെട്ടവരും സുവിശേഷത്തിന് വേണ്ടി, അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് വേണ്ടി ചെറുപ്പക്കാരുടെ ഇടയിൽ, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ആരംഭിച്ച ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ സ്ഥാപകനായിരിക്കുന്ന പ്രൊഫസർ ഈനോക്ക് എന്ന് പറയുന്ന ഒരു മലയാളിയാണ്. അദ്ദേഹം വൈശാഖ് കോളേജിൽ അധ്യാപകനായിരുന്നു. അത് കഴിഞ്ഞ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ വീണ്ടും അധ്യാപകനായിട്ട് വന്ന സമയത്ത് അവരാരംഭിച്ചതാണ് 1964. അതിൻ്റെ ഫലമായിട്ട് അന്നങ്ങനെ 3 കോളേജുകളിലെ ആളുകളെല്ലാം കൂടി ആരംഭിച്ചതാണെങ്കിലും ഇന്ന് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് വന്നു. ആ സമയത്ത് സ്റ്റുഡൻസിൻ്റെ ഉണ്ടായിരുന്ന ഏക പ്രസ്ഥാനം SCM ആണ്, സ്റ്റുഡൻറ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്. പക്ഷേ സ്റ്റുഡൻറ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ് സുവിശേഷീകരണത്തിന് വേണ്ടി തുടങ്ങിയെങ്കിലും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് അവർക്കൊരു ഡീവിയേഷൻ ഉണ്ടായി. വേദപുസ്തകം ദൈവവചനമാണെന്ന് വിശ്വസിച്ചില്ല. ദൈവവചനം വേദപുസ്തകത്തിലുണ്ട് എന്ന് അവർ വിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ ദൈവവചനം അല്ലാത്തതും ഉണ്ട്. എന്നാൽ അതല്ല, 66 പുസ്തകങ്ങളടങ്ങിയതായ വേദപുസ്തകം ദൈവവചനമാണെന്നും അതാണ് വിശ്വാസാചാരങ്ങൾക്ക് അടിസ്ഥാനമെന്നും വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് യൂണിയൻ ഓഫ് ഇവാഞ്ചലിക്കൽ സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ. ഇന്ന് ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്.
സെൻറ് തോമസ് ഇവാഞ്ചലിക് ചർച്ച് ഓഫ് ഇന്ത്യ ഉണ്ടായതും അതുപോലെ തന്നെയാണ്. 66 പുസ്തകങ്ങൾ അടങ്ങിയ വേദപുസ്തകം ആണ് വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അടിസ്ഥാനം എന്നാണ് ഇവാഞ്ചലിക് സഭയുടെയും അടിസ്ഥാനം. ഒരു വലിയ പ്രശ്നം ആ സമയത്തുണ്ടായി. കാരണം ഏതാണ്ട് ഇവാഞ്ചലിക്കൽ യൂണിയൻ ഉണ്ടായത് 64 കാലഘട്ടങ്ങളിലാണ്. മാർത്തോമാ സഭയിലെ പത്യോപദേശ സമിതി ഉണ്ടായി 62 മുതൽ. ഇവാഞ്ചലിക്കൽ സഭയുള്ളത് 61. കേരളത്തിൽ ഇവാഞ്ചലിക് യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് ആരംഭിക്കുന്നത് 1959 മുതലാണ്. അപ്പോൾ ഇവാഞ്ചലിക്കൽ യൂണിയനും ഇവാഞ്ചലിക്കൽ ചർച്ചും ആ പടം അട്ടർ കൺഫ്യൂഷനായി. അപ്പോൾ മാർത്തോമാ സഭാംഗങ്ങളുടെയിൽ അതിൻ്റെതായ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇത് രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കാനും ഇവാഞ്ചലിക്കൽ സഭ കൊണ്ട് മാർത്തോമാ സഭയ്ക്ക് അല്ലെങ്കിൽ മാർത്തോമാ സഭയിലെയോ യാക്കോബായ സഭയിലെയോ കുഞ്ഞുങ്ങൾ ഈ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ വന്നാൽ യാതൊരു പ്രശ്നമില്ലെന്ന് മനസ്സിലാക്കാനും പിന്നീട് മാർത്തോമാ സഭയിൽ ധാരാളം ആളുകൾ അതുപോലുള്ള മറ്റെല്ലാ സഭകളും CSI സഭയിൽ നിന്നും മറ്റ് പെന്തക്കോസ്ത് സഭയിൽ നിന്നുള്ള ആളുകളും ഈ ഇവാഞ്ചലിക്കൽ യൂണിയൻ്റെ പ്രവർത്തനത്തിന് സജീവമായി തീർന്നു. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം മാർത്തോമാ കോളേജിലെ പ്രിൻസിപ്പൽ ഓർഗനൈസ് ചെയ്തായ മാർത്തോമാ കോളേജിലെ ഇവാഞ്ചലിക്കൽ യൂണിയൻ്റെ 50ാം വാർഷികം നടത്തി. അതിൻ്റെ അധ്യക്ഷനായിരുന്നത് കൂറിലോസ് തിരുമേനിയാണ്. കൂറിലോസ് തിരുമേനി അന്ന് ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്ന സമയത്ത് തൃശ്ശൂർ ഉള്ളതായ ഒരു കോളേജ്, ആ കോളേജിലെ വിദ്യാർത്ഥി അയക്കുന്ന കാലത്ത് ഞങ്ങളുടെ പ്രോത്സാഹനത്തിലും ഉത്സാഹത്തിലും ഇയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഈ വ്യക്തിയാണ് കൂറിലോസ് തിരുമേനി. കൂറിലോസ് ബിഷപ്പ് ആകുന്ന സമയത്ത് അമേരിക്കയിലായിരുന്നു. അദ്ദേഹം ആദ്യം തന്നെ ഞങ്ങളുടെ സീനിയറായിട്ടുള്ളതായ ദാനബായി എന്ന് പറയുന്ന ഒരു മജിസ്ട്രേറ്റുണ്ട്, മുനിസിപ്പൽ മജിസ്ട്രേറ്റുമായിരുന്ന ഒരു ലേഡിയുണ്ട്. അവർ ട്രിവാൻഡ്രത്താണ്. അവരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ മാർത്തോമയിലെ ബിഷപ്പായിട്ട് വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പ്രാർത്ഥന അഭ്യർത്ഥിച്ച് വന്നതായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മാർത്തോമ കോളേജിൽ ആ 50ാമത്തെ വാർഷികം നടന്നു. അങ്ങനെ ഇന്ന് മാർത്തോമാ സഭയ്ക്കും യാക്കോബായ സഭയിലും പെന്തക്കോസ്തുകാരുടെ ഇടയിലൊക്കെ വളരെ അംഗീകരിക്കപ്പെട്ടതായ ഒരു സുവിശേഷ വിഹിത ഇന്റർ ഡിനോമിനേഷണലായ പ്രസ്ഥാനമായിട്ട് UAC വളർന്നു. അതിലൂടെ ധാരാളം മിഷണറിമാരെ ഡെവലപ്പ് ചെയ്ത് അയക്കാനായിട്ട് ഇടയായി. ഞാൻ സഭയിൽ ആക്റ്റീവായിരുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ എൻ്റെ പ്രൈമറി ആയിട്ടുള്ളതായ ഇൻവോൾവ്മെൻറ്റ് കൂടുതലും ഇവാഞ്ചലിക് യൂണിയനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതായ ഒരു സാധനം വന്നു. ആരെങ്കിലും വിവാഹിതരായ ചെറുപ്പക്കാരായ ബോയ്സും ഗേൾസും പ്രവർത്തിക്കുന്നതായ സമയത്ത് ഒരു ഫാമിലിയെങ്കിലും അതിനുവേണ്ടി വരണമെന്നുള്ളതായ ഒരു താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് പലരും അതിലേക്ക് തങ്ങളെ തന്നെ ഓഫർ ചെയ്തെങ്കിലും അവസാനം നിന്നതും തിരഞ്ഞെടുത്തത് തന്നെയാണ്. അതുകൊണ്ട് 1981 മുതൽ 87 വരെയുള്ളതായ 7 വർഷം, ആദ്യം ഞാൻ 3 വർഷത്തേക്കാണ് അവധിയെടുത്ത് വന്നത്. പക്ഷേ പിന്നെയും 3 വർഷം കൂടെ അവധിയെടുത്ത് 6 വർഷം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി. 6ാമത്തെ വർഷം അടുത്ത സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് മാർത്തോമാ സഭയിലുള്ളതായ കോഴഞ്ചേരി കോളേജിൽ തന്നെ പഠിച്ചിരുന്നതായ അവിടുത്തെ യുവിനകത്തുണ്ടായിരുന്നതായ ഒരു മാത്യു വർഗീസിനെ അതിനെ ചുമതല ഏൽപ്പിച്ചതിന് ശേഷമാണ് ഞാൻ തിരിച്ച് കോളേജിലേക്ക് പോയത്. അങ്ങനെയാണ് ഇവാഞ്ചലിക് യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ. അതിനകത്ത് CSI സഭയിലുള്ളതായ പല ആളുകളുണ്ടായിരുന്നു. മാർത്തോമായ സഭയിലുള്ള ഇവാഞ്ചലിക് സഭയുള്ള എല്ലാ സഭകളിലുള്ളതായ ആളുകളുണ്ടായിരുന്നു. പെന്തക്കോസ്ത് സഭകളുണ്ടായിരുന്നു. ഞാൻ അവരുടെ പേരുകളെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇട്ടി മാത്യു അച്ഛൻ, ഇടിച്ചെറിയ നേനാൻ, MK എബ്രഹാം തുടങ്ങിയ PG വർഗീസ്, പ്രൊഫസർ PG വർഗീസ്, പ്രൊഫസർ ജോൺ K ജോൺ, ഡോക്ടർ AP മാത്യു, പോൾ സുധാകർ തുടങ്ങിയതായ ഭയങ്കര പ്രഗത്ഭരായ പല ആളുകളും ഈ ഇവാഞ്ചലിക് യൂണിയൻ്റെ സ്ഥാപകരായിരുന്നു. ഞാൻ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ അവിടെയുള്ളതായ 3 ഭവനങ്ങളിൽ, പ്രത്യേകിച്ച് പോൾ സുധാകരൻ്റെയും ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതായ വ്യക്തിയാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ്റെ കീഴിൽ 14 വർഷം ശിഷ്യനായിരുന്ന വ്യക്തിയാണ് പോൾ സുധാകർ. അദ്ദേഹം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഐറ്റിനറൻ്റ് ഇവാഞ്ചലിസ്റ്റായിട്ട് തീർന്നു. അദ്ദേഹമാണ് ഞങ്ങളുടെ അവിടുത്തെ സീനിയർ അഡ്വൈസറായിട്ട് ഉണ്ടായിരുന്ന ഒരാൾ. മറ്റൊരാൾ
പ്രൊഫസർ ജോൺ കെ ജോൺ. അദ്ദേഹം യാക്കോബായ സഭയിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ഒരു ബിഷപ്പിൻ്റെ പെങ്ങളുടെ മകളുമായിരുന്നു യാക്കോബായയിലെ. പക്ഷെ അദ്ദേഹം പിന്നീട് ബ്രദറൻ ചർച്ചിലേക്ക് അല്ലെങ്കിൽ സ്വതന്ത്രരായ ബ്രദറൻ ആറ്റിറ്റ്യൂഡിലേക്ക് വരികയും അവിടെ ഈ 2 ഭവനങ്ങളും ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരുന്നു. ചെറുപ്പക്കാരായ ആളുകളെ ആ ഭവനങ്ങളിൽ സ്വീകരിച്ച് അവർക്ക് എല്ലാവിധമായ സഹായങ്ങൾ ചെയ്ത്, പ്രത്യേകിച്ച് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ സുവിശേഷ വിഹിതമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നോ വരുന്നതായ ആളുകൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ സഹായം ചെയ്യുന്നതായിട്ടുള്ളതായ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓപ്പൺ ഹോംസ് ഞങ്ങളവിടെ പഠിച്ചു. പോൾ സാറിൻ്റെ വീട്ടിലും ജോൺ കെ ജോൺ സാറിൻ്റെ വീട്ടിലും ഞങ്ങൾ കണ്ടതായ ഓപ്പൺ ഹോംസ് ഞങ്ങളുടെ ജീവിതത്തിലും അതുതന്നെ പ്രാവർത്തികമാക്കാൻ സാധിച്ചു. അനേകർ ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ ഓപ്പൺ ഹോംസ് ഉണ്ട്. എൻ്റെ ഭവനം കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിലെ അനേക വിദ്യാർത്ഥികളുടെ അഭയകേന്ദ്രമായിരുന്നു. അവർക്കിവിടെ വരാം, ഏത് സമയത്തും വരാം, ഞങ്ങളോട് ഭക്ഷണം കഴിക്കാം, ഞങ്ങളുടെ അടുക്കളയിൽ കയറാം. അങ്ങനെ വന്നതായിട്ട് ഒരുപാട് ശിഷ്യ സമ്പത്ത് ഞങ്ങൾക്കുണ്ട്. അവരൊക്കെ യുവാഞ്ചലിക സഭയുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. അവരൊക്കെ ഓരോ സഭകളിൽ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരുണ്ട്, കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ വന്നവരുണ്ട്, യാക്കോബായ സാഹചര്യം വന്നവരുണ്ട്. അവരൊക്കെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മിഷണറിമാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ശേഷം ഉസ്ബെക്കിസ്ഥാനിൽ പോയി കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ വന്നായ ഒരു സഹോദരൻ ഇപ്പോൾ സുവിശേഷകനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ചിലർ ഒരു ഷോർട്ട് പീരീഡിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചതിന് ശേഷം അവർ 20 വർഷം കഴിഞ്ഞ് വോളണ്ടിയർ റിട്ടയർമെൻ്റ് എടുത്ത് സുവിശേഷകരായി പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ ധാരാളം പേർ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞ വർഷം ഒരു 32 പേരുടെയെങ്കിലും, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിവാഹം, ക്രിസ്തീയ സാഹചര്യത്തിലുള്ളവർ, സുവിശേഷ വിഹിത സാഹചര്യങ്ങളല്ലാത്തവർ, ഹിന്ദുക്കളായിട്ടുള്ളവർ, അങ്ങനെയുള്ളതായ പെൺകുട്ടികളുടെ വിവാഹങ്ങൾ നടത്തുന്നതിന് ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അവരെ കെട്ടിച്ചയക്കുന്നതായ സാഹചര്യം വരെ, അതിൻ്റെ വിശദീകരണം ഞാനിപ്പോൾ എടുക്കുന്നില്ല. അതിന് ഒരുപാട് പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ദൈവം ഞങ്ങൾക്ക് തന്നതായ ഒരു പ്രത്യേക സ്റ്റാറ്റസ് ഉണ്ട്. അതിനായിട്ട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ വൈഫ് ഒരു ഡോക്ടറാണ്. അവർ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട്, ബ്രദർ അമേരിക്കയിലായിരുന്നു, മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ളതായി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ഞാൻ ഈ കേരളത്തിൽ മാത്രമേ വളരെ പ്രവർത്തിക്കത്തുള്ളൂ. ഈ സാധുക്കളായ ആളുകൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ടാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് പറഞ്ഞ് ഞങ്ങൾ അമേരിക്കയിൽ പോയില്ല. അപ്പോൾ ഗവൺമെൻറ് സർവീസിലായിരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലും പോകാനായിട്ട് പുള്ളിക്കാരി താല്പര്യമില്ലായിരുന്നു. കാരണം അന്നത്തെ കാലത്തെ ഗവൺമെൻറ് ആശുപത്രികളിൽ വളരെ പാവപ്പെട്ടതായ ആളുകളാണ് വന്നുകൊണ്ടിരുന്നത്, സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതായ സാഹചര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഈ മൂവാറ്റുപുഴ പട്ടണത്തിലും കോതമംഗലം പ്രദേശത്തും വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഗൈനക്കോളജിസ്റ്റായിട്ട് അത് തീർന്നു. അതിൻ്റെ ഫലമായിട്ട് വളരെ സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ യുവിൻ്റെ പ്രവർത്തനത്തിലായി ഹിന്ദുക്കളായിട്ടുള്ളതായ ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന് അതിൻ്റേതായ ആ കുട്ടികളെ വിവാഹം കഴിച്ച് അയച്ചതായ കാര്യങ്ങൾ വന്നിട്ട് ഒരു സംഗതി ഞാൻ ഓർക്കുന്നുണ്ട്. കോട്ടയത്ത് ഒരു ബ്രാഹ്മണ ഭവനത്തിൽ ജനിച്ചതായ പെൺകുട്ടി രക്ഷിക്കപ്പെട്ടു വന്ന് ഒടുവിൽ വീട്ടുകാരുടെ എതിർപ്പുകൾക്ക് ഇടയിൽ അവൾക്ക് വിവാഹം കഴിച്ച് അയക്കേണ്ടി വന്നപ്പോൾ അവിടെ നിന്ന് RSS സ്നേഹിതർ, ഇവിടെയുള്ള RSS സ്നേഹിതരെ പറഞ്ഞ് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ക്രമീകരണം ചെയ്തു. പക്ഷേ അവരിവിടെ വന്നപ്പോൾ ഡോക്ടർ മറിയാമ്മയുടെ ഹസ്ബൻഡാണ്, അവർക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അത്രമാത്രം ഒരു അക്സെപ്റ്റൻസ് എൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നു. ഈ അക്സെപ്റ്റൻസ് ഒക്കെ ദൈവനാമ മഹത്വത്തിനും സുവിശേഷത്തിൻ്റെ പ്രചരണത്തിനും സംരക്ഷണത്തിനും ദൈവം മുഖാന്തരമാക്കി എന്നുള്ളതാണ് ഞാൻ പറയാൻ വന്ന വിഷയം. അങ്ങനെ ഞങ്ങളുടെ ഭവൻ ഒരു ഓപ്പൺ ഹോമാകുന്നു. അതുപോലുള്ളതായി അനേക ഭവനങ്ങൾ ഉണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ 82-84 വയസ്സായി. ഇപ്പം ഞങ്ങൾക്ക് അത്രയൊന്നും ആതിഥ്യം കൊടുക്കാൻ സാധിക്കില്ല. എന്നാലും കുഞ്ഞുങ്ങൾ വരാറുണ്ട്. അങ്ങനെയുള്ള അനേക ഭവനങ്ങൾ കേരളത്തിൽ ഇവാഞ്ചലിക്കൽ യൂണിയനിലുണ്ട്. ഞാൻ അതിനുള്ള ബന്ധത്തിൽ അത്രയും കാര്യങ്ങൾ തൽക്കാലം പറയുകയാണ്. സാറ് എത്ര വർഷം എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊഫസറായിട്ടിരുന്നു? ഞാൻ 32 വർഷം ഉണ്ടായിരുന്നു. അതിൽ 6 വർഷം
ഞാൻ അവധിയെടുത്ത് ഈ 32 വർഷം കൊണ്ട് സാർ എത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവും? അതിപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം സാറ് ഈ വിദ്യാർത്ഥികളെയൊക്കെ ഈ പഠിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ വിദ്യാർത്ഥികളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ സാറ് കൗൺസിലിങ്ങും കാര്യങ്ങളിലൊക്കെ ആരംഭിച്ചല്ലോ. അപ്പോൾ ശരിക്കും ഈ കൗൺസിലിംഗ്, ഇപ്പോൾ ഗ്രേസ് കൗൺസിലിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ സാറിന്. അപ്പം ഏത് കാലത്താണിത് ആരംഭിച്ചത്? ഈ കുട്ടികളെ പഠിപ്പിച്ചുകൊള്ളുന്ന സമയത്താണോ, അതോ അവരുടെ പ്രശ്നങ്ങളെ കണ്ട് മനസ്സിലാക്കിയാണോ ഇങ്ങനെ ഒരു കൗൺസിലിംഗ് പ്രസ്ഥാനം ആരംഭിച്ചത്? എന്താണ് അതിൻ്റെ പിന്നിലുള്ളൊരു? അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാഞ്ചലിക് യൂണിയൻ്റെ പ്രവർത്തനം തന്നെ വ്യക്തിപരമായിട്ട് ചെറുപ്പക്കാർക്ക് കൗൺസിലിംഗ് കൊടുത്ത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. സ്മോൾ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്നാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് തന്നെ അനേക കുഞ്ഞുങ്ങൾ അവരുടെ പ്രശ്നങ്ങളുമായിട്ട് ഞങ്ങളെടുക്ക് വരും. ചിലപ്പോൾ ബിലീവേഴ്സായിട്ടുള്ളതായ കുട്ടികൾ, പെൺപിള്ളേർ, അവരുടെ ഫ്രണ്ട്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടിട്ട് അവരെ ഞങ്ങളോട് കൊണ്ടുവരും. അങ്ങനെ വന്ന പലരും അവരുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് വന്നിട്ട് ഹിന്ദു സാഹചര്യങ്ങളിൽ നിന്നും ക്രിസ്തീയ സാഹചര്യങ്ങളിൽ നിന്നും വന്നതായ ആളുകൾ പിന്നീട് സുവിശേഷത്തിലേക്ക് ആകർഷിക്കപ്പെടാനിടയിട്ടുണ്ട്. അപ്പം എന്നിൽ അങ്ങനെ ഒരു ടാലൻറ്റ് പൊതുവേ ഞങ്ങളുടെ ഇവാഞ്ചലിക് യൂണിയനുള്ളതായ പലർക്കും ആ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് വേണേൽ പറയാം. കാരണം അങ്ങനെയാണ് ഞങ്ങൾ വ്യക്തിപരമായിട്ട് ആളുകളെ, അല്ലാതെ കൺവെൻഷൻ പ്രസംഗങ്ങൾ കൊണ്ടല്ല, ചെറിയ ഗ്രൂപ്പുകളായിട്ട് ആളുകളുടെ ഇടയിൽ ബൈബിൾ സ്റ്റഡി അല്ലെങ്കിൽ അതുപോലുള്ള ഡിസ്കഷൻസ്, ഇൻറ്ററാക്ഷൻസ്, അവരുടെ പ്രോബ്ലംസ് കൈകാര്യം ചെയ്യുക, അങ്ങനെയുള്ളതായ പ്രവർത്തനമാണ് ഈ കൂടെ നടന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രൊഫസർ പി പി തോമസ് എന്ന് പറയുന്നതായ ഒരു സ്നേഹിതൻ, മാർത്തോമ്മ കോളേജിൽ റിട്ടയർ ചെയ്യുന്നതായ ഒരു സ്നേഹിതൻ, അദ്ദേഹം ആദ്യമേ ആഗ്ര സെൻറ്റ് ജോൺസ് കോളേജിൽ പ്രൊഫസറായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം തിയോളജിക്കൽ ഡിഗ്രി ഉണ്ട്, എം.എ. ഇംഗ്ലീഷുണ്ട്, എം.എ. സൈക്കോളജി ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് തിയോളജിക്കൽ സ്കൂളിൽ ഹെർബർപൂരിൽ പഠിപ്പിച്ചിട്ടുണ്ട്, സെൻറ്റ് ജോൺസ് കോളേജിൽ ആഗ്രയിൽ പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ തുരുത്തിക്കാട് കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്, കോഴഞ്ചേരി കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ആഗ്ര സെൻട്രൽ കോളേജിൽ അയക്കുന്ന സമയത്ത് തനിക്ക് 6 മക്കളുണ്ടായിരുന്നു. തൻ്റെ ഭാര്യയും മാതാപിതാക്കളെ സംരക്ഷിക്കാനായിട്ട് ഭാര്യയും മക്കളും പുറമറ്റത്ത് വന്ന് താമസമാക്കി. അതുകൊണ്ട് അദ്ദേഹത്തിനും ഇവിടെ വന്ന് ആ ഭവനത്തിൻ്റെ കാര്യം കൂടെ നോക്കേണ്ട കാര്യം വന്നുകൊണ്ട് പുള്ളി സൈക്കോളജി പ്രൊഫസറായിരുന്നെങ്കിലും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച് ഇവിടെ വന്ന് മാർത്തോമ്മ കോളേജിൽ അധ്യാപകനായി. 1960 അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതായ സമയം എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് അദ്ദേഹമാണ് ഗ്രേസ് ഫെലോഷിപ്പ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെടാനിടയായത്. അതിന് കാരണമായത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ടി വി തോമസ് കാനഡയിൽ ഒരു മിഷനറി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം നാഗ്പൂർ യുവിൽ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം പി പി തോമസ് സാറിന് ഒരു പുസ്തകം കൊണ്ടുവന്ന് കൊടുത്തു, കൗൺസിലിംഗ് വിത്ത് മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. അത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ ചാൾസ് ആർ സോളമൻ എന്ന് പറഞ്ഞ ഗ്രേസ് ഫെലോഷിപ്പ് ഇൻ്റർനാഷണലിൻ്റെ ഫൗണ്ടറാണ്. ആ പുസ്തകം വായിച്ചു. അവർ തമ്മിൽ ഒരേ ഏജായിരുന്നു, ഒരു വയസ്സിൻ്റെ വ്യത്യാസം. അതായത് ഈ പുസ്തകം കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്നത്തെ കാലത്ത് ഇമെയിലില്ല, ഒന്നുമില്ല, ഫോണിൽ ഒന്നുമില്ലാത്ത കാലത്ത് അദ്ദേഹം ഒരു കത്തെഴുതി. അദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങൾക്കെല്ലാം ആ കത്തുകൾ കൂടെ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്തും. അതനുസരിച്ച് അദ്ദേഹം ഒരു കത്തെഴുതി, നിങ്ങളുടെ പുസ്തകത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഡോക്ടർ സോളമൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഞങ്ങൾക്കിങ്ങനൊരു കൗൺസിലിംഗ് പ്രസ്ഥാനമുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഒരു കൗൺസിലിംഗ് ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഇന്ത്യയിൽ ആ പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പി പി തോമസ് സാർ എന്ത് പറഞ്ഞറിയാം, ഞാൻ അവിടെ വരുന്നതായ ചെലവ് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. ഞാൻ ഒരാളവിടെ വന്ന് പഠിക്കുന്ന പകരം ഞാൻ കുറച്ച് ആളുകളെ ഇവാഞ്ചലിക് യൂണിയനിലൊക്കെ പെട്ടതായ ആളുകളെ ക്രമീകരിച്ച് തരാം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു. ഒരവസരം അമേരിക്കയിൽ പോകാനായിട്ട് കിട്ടിയ ആ കാലത്ത് അത് വേണ്ടെന്ന് വെച്ചതായ ഒരു ത്യാഗബുദ്ധിയാണ് പി പി തോമസ് സാറിന്, പ്രായോഗിക ബുദ്ധിയാണ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ചുരുക്കി പറഞ്ഞാൽ ഡോക്ടർ സോളമന്
ഒരു വിസ കിട്ടിയില്ല. അതുകൊണ്ട് പി പി തോമസ് സാറ് അവിടെ പോയി പരിശീലനം കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം സാറ് എന്നിൽ ഒരു പ്രോസ്പെക്റ്റീവായിട്ടുള്ളതായ ഓർഗനൈസർ കൗൺസിലറെ കണ്ടതുകൊണ്ടായിരിക്കാം എന്നെ കൂടെ കൂട്ടി ഞങ്ങൾ അങ്ങനെയാണ് ഗ്രേസ് കൗൺസിലിംഗ് ഇന്ത്യ എന്നുള്ളതായ കൂട്ടായ്മ ആരംഭിച്ചത്. ആയിരത്തി 1983 ആ പ്രസ്ഥാനം ആരംഭിച്ചത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ പല കാലങ്ങൾ നടന്നു. പല പ്രവർത്തകർ അതിൽ കൂടി വന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കോട്ടയത്ത് മെഡിക്കൽ കോളേജിനടുത്ത് ഒരു 80 സെൻറ്റ് സ്ഥലവും കോൺഫറൻസ് നടത്താനുള്ള സൗകര്യവും ക്വാർട്ടേഴ്സും ഒക്കെ ഉള്ളതായ ഒരു സ്ഥാപനം ഉണ്ടാകുവാൻ ദൈവം അത് ഇടയാക്കി. അതിൻ്റെ ഇപ്പോഴായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ റെസിഡൻഷ്യലായ ട്രെയിനിങ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പല ബൈബിൾ സ്കൂളുകളിൽ പോയി പഠിപ്പിക്കുമായിരുന്നു. ഇവാഞ്ചലിക്കൽ സഭയിലെ ബൈബിൾ സ്കൂളിൽ ഞാൻ എൻ്റെ കൗൺസിലിംഗ് കോഴ്സസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കോവിഡ് വന്നായ സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഓൺലൈൻ കൗൺസിലിംഗ് കോഴ്സസ് തുടങ്ങിയത്. ഇപ്പോൾ ഇൻ്റർനാഷണലായിട്ട് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഗൾഫിലും ഒക്കെ ഉള്ളതായ ആളുകൾ ഉൾപ്പെടെ പല വർഷങ്ങളിലും അതിൻ്റെ കോഴ്സസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മോഡ്യൂൾ 1 ഒരു 7 മാസത്തോളം 65 ക്ലാസ്സുകൾ, ആഴ്ചയിൽ 2 ക്ലാസ്സുകൾ, അങ്ങനെ 14 മാസം കൊണ്ട് മോഡ്യൂൾ 1, മോഡ്യൂൾ 2 2 ക്ലാസ്സുകൾ നടന്നു കഴിഞ്ഞാൽ മിനിമം റിക്വയർമെൻറ്റ് അവരെ എക്വിപ്പ് ചെയ്ത് കൗൺസിലിങ്ങിൽ നടത്താനായിട്ട് അതിനുള്ളതായ പ്രേരണ കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കോഴ്സുകൾ ഇപ്പോൾ 2019 മുതൽ 2020 മുതൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് റെസിഡൻഷ്യൽ പ്രോഗ്രാംസ് ഉണ്ട്. ഈ തന്നെ ചില ആളുകളെ 5 ദിവസത്തേക്കും 7 ദിവസത്തേക്കുള്ള റെസിഡൻഷ്യൽ പ്രോഗ്രാംസും പ്രാക്ടിക്കൽ കൗൺസിലിങ്ങും ട്രെയിനിങ്ങും പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കൗൺസിലിങ്ങിൻ്റെ പ്രോഗ്രാമും അതേ രീതിയിൽ നടന്നു പോകുന്നുണ്ട്. സാർ, ഈ ഇവാഞ്ചലിക്കൽ സഭയുമായിട്ട് ചേർന്ന്, സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയുമായി ചേർന്ന് ഉള്ള സാറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? ഇപ്പോൾ ഇവാഞ്ചലിക്കൽ സഭയുമായി ചേർന്ന് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അപ്പം സാറിപ്പം നിലവിൽ പറഞ്ഞു വന്ന് നിർത്തിയത് സാറിൻ്റെ ജനനം മുതൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന് ജോലി ചെയ്തത് വരെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനുശേഷം ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇനി ചോദിക്കുന്നത്. അപ്പം എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന് പഠനം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ ഇവാഞ്ചലിക്കൽ യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി. സാർ അത് 6 വർഷക്കാലം അതിൻ്റെ ഒരു സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. പിന്നീട് ഈ ഇവാഞ്ചലിക്കൽ സഭയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ സാർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എനിക്ക് പല കാര്യങ്ങളും അറിയാം. അപ്പം ഏതൊക്കെ മേഖലകളിലാണ് സാർ ഇവാഞ്ചലിക്കൽ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചതും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും? ഇന്റർ ഡിനോമിനേഷനിലാണ് ഇവാഞ്ചലിക്കൽ യൂണിയൻ എങ്കിലും ഞങ്ങൾ എല്ലാവരെയും പഠിപ്പിച്ചതായ ഒരു സംഗതി, അവരവരുടെ സഭയിൽ ആക്റ്റീവായിട്ട് നിന്ന് പ്രവർത്തിക്കണം എല്ലാ ഇവാഞ്ചലിക്കൽ യൂണിയൻ അംഗങ്ങളും. ആ പ്രമാണം ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ മാർത്തോമാ സഭയിൽ നിന്ന് ഇവാഞ്ചലിക്കൽ സഭയിലേക്ക് വന്നതായ തലമുറയിൽപ്പെട്ടവനായതുകൊണ്ട് ഇവാഞ്ചലിക്കൽ സഭ അങ്ങനെ പ്രത്യേകമായ ഉദ്ദേശത്തിൽ വന്നതാണെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ ഇവാഞ്ചലിക്കൽ സഭയിൽ ആക്റ്റീവായിട്ട് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ യൂത്ത്സിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ സഭയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ഞങ്ങൾ മടുത്തുപോയി. ഞാനൊക്കെ വളരെയധികം വേദനിച്ചതായ സമയങ്ങൾ ഓർക്കുന്നുണ്ട്. 1969 മുതൽ 79 വരെയുള്ള കാലഘട്ടങ്ങളിൽ സഭയുടെ ഉണർവിന് വേണ്ടി യോജിപ്പിന് വേണ്ടിയും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ മലബാർ ബൈബിൾ ഫെലോഷിപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്നായ പി പി തോമസ് അച്ഛൻ അതിൻ്റെ പ്രസിഡൻറ്റും ഞാൻ അതിൻ്റെ സെക്രട്ടറിയുമായിട്ട് 10 വർഷം പ്രവർത്തിച്ചു. സഭയിൽ ഉണർവിന് വേണ്ടി, യോജിപ്പിന് വേണ്ടി. പക്ഷേ അന്നേരം ഒന്നും നടന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ സഭയിലെ കാര്യങ്ങളിൽ ആക്റ്റീവ് അല്ലായിരുന്നു 69 മുതൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാനൊക്കെ പോയി. യുവിനകത്തുള്ള പ്രവർത്തനം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതായ കോതമംഗലത്തുള്ളതായ ഞങ്ങളുടെ ഇവാഞ്ചലിക്കൽ സഭ കൂട്ടായ്മ അവിടെ ഒരു സ്ഥലം വാങ്ങിച്ചത് എൻ്റെ പേരിലാണ്, എൻ്റെയും പ്രൊഫസർ PC ഈപ്പൻ സാറിൻ്റെ പേരിലാണ്. എങ്കിലും ഈ പരിസ്ഥിതിയിൽ അവിടെയുള്ളതായ മറ്റ് സഹോദരന്മാർ സ്വതന്ത്രമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. എനിക്കതിനെ ഇതൊന്നും പറയാനായിട്ടില്ല. കാരണം ഈ പരിസ്ഥിതിയിൽ അവർ സ്വതന്ത്രമായിട്ട് പോയി. ലോക്കൽ സഭയെന്ന് പറഞ്ഞ പ്രസ്ഥാനം അവിടെ ആരംഭിച്ചു. ജോയ് ഡേവിഡ്, ഈപ്പന്, എൻ്റെ സ്നേഹിതൻ MG വർഗീസ്, അവരൊരുപാട് സ്ഥലങ്ങളിൽ ലോക്കൽ ചർച്ചസ് സ്ഥാപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ
ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ഈ സഭയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള അവസരമുണ്ടെങ്കിൽ എനിക്കതിനാ താല്പര്യം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു അളിയനായിട്ട് വരും, എൻ്റെ വൈഫിൻ്റെ കസിനായിട്ട് വരും കോശി ബിഷപ്പ്. കോശി ബിഷപ്പ് ഒരിക്കൽ എന്നെ വിളിച്ചു പറഞ്ഞു, കുഞ്ഞുമോനെ, എന്നെ വീട്ടിൽ കുഞ്ഞുമോനെ എന്ന് വിളിക്കുന്നത്, ഇവാഞ്ചലിക്കൽ സഭയിൽ അന്നേരം ഫെലോഷിപ്പ് ഇവാഞ്ചലിക്കൽ സഭയായിട്ട് രണ്ടായിട്ട് നിൽക്കുന്ന കാലത്ത് എനിക്കൊരു ഗ്രൂപ്പിനോടും പ്രത്യേകിച്ച് ഒരു അഫിനിറ്റി താല്പര്യമുണ്ടായിരുന്നില്ല. എല്ലാവർക്കും വേണ്ടി നിൽക്കണം എന്നുള്ള അഭിപ്രായമായിരുന്നു. എങ്കിലും ഇവിടുത്തെ യൂത്ത് യൂണിയൻ്റെ ചുമതല എടുക്കണമെന്ന് ഒരു താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതൃത്വം തരുന്നത് ബിഷപ്പാണെങ്കിൽ തന്നെ അതിനപ്പുറത്ത് PC സക്രിയാച്ചൻ ഉണ്ട്. ആ സക്രിയാച്ചനാണല്ലോ എന്നെ എൻജിനീയറിങ്ങിന് പ്രോത്സാഹിപ്പിച്ചു വിടുകയും അന്നത്തെ സാമ്പത്തിക പരിസ്ഥിതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പം ഞാൻ ചോദിച്ചു, സക്രിയാച്ചൻ എന്ത് പറയുന്നു? സക്രിയാച്ചൻ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ വിചാരിച്ചു, ദൈവം എനിക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ടിരുന്നതായ ഒരു സമയത്താണ് ഈ ഒരു വിളി വരുന്നത്. ഞാൻ അതനുസരിച്ച് അവിടുത്തെ യൂത്ത് യൂണിയൻ്റെ ചുമതല ഏറ്റു. യൂത്ത് യൂണിയൻ്റെ ചുമതല ഏറ്റു 1 വർഷമേ എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. കാരണം ഞാൻ സഭയുടെ യോജിപ്പിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഫെലോഷിപ്പുള്ളതായ ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇനിയും ഇനിഷ്യേറ്റീവ് എടുത്താൽ, ചെറുപ്പക്കാരെ സ്വാധീനിച്ചാൽ ഈ സഭ യോജിപ്പിലേക്ക് പോകാൻ ഇടയാകും, അവരുമായിട്ട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ള ചിന്തയുള്ളതായ എൻ്റെ സ്നേഹിതർ, എന്നെക്കാൾ ജൂനിയറായിട്ടുള്ളവർ 1 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ യൂത്ത് യൂണിയൻ്റെ ചുമതല സ്ഥാനത്ത് മാറ്റിയിട്ട് ഒരച്ഛനെ അതിൻ്റെ ചുമതലയാക്കി. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവം ഇത്രേ എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ അവരെല്ലാം കൂടെ എന്നെ സൺഡേ സ്കൂൾ ബോർഡിൻ്റെ സെക്രട്ടറിയാക്കി. അപ്പം ഞാൻ സക്രിയാച്ചനോട് പറഞ്ഞു, ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചിട്ടില്ല, എന്നെ അധികം പഠിപ്പിച്ചിട്ടില്ല, ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ എന്നോട് സക്രിയാച്ചൻ പറഞ്ഞു, അന്ന് യൂത്ത് യൂണിയൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് 400 ചെറുപ്പക്കാർക്ക് വേണ്ടി ഈ ചെറിയ ഫെലോഷിപ്പിൻ്റെ ഒരു ക്യാമ്പ് നടത്താനായിട്ട് എറണാകുളത്ത് വെച്ച് ഒരു പ്രോഗ്രാം ക്രമീകരിച്ചിരുന്നു. ഞാനൊരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ ഒരു പ്രാപ്തി ദൈവം തന്നിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യം, 400 ചെറുപ്പക്കാരെ യൂത്ത് യൂണിയനെ ഉത്സാഹിപ്പിച്ചു കൊണ്ടുവരണമെങ്കിൽ 800 കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചെടുക്കണം, ആ ചുമതല കുഞ്ഞുമോൻ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇത് ദൈവം തന്ന അവസരമാണ്, ഇനി കുഞ്ഞുങ്ങളുടെ ഇടയിലാണോ പ്രവർത്തിക്കേണ്ടത്? എനിക്കിത് പരിശീലനമില്ല. ചുരുക്കി പറഞ്ഞാൽ അടുത്ത 8 വർഷക്കാലം ഞാൻ സൺഡേ സ്കൂൾ ബോർഡിൻ്റെ ചുമതല വഹിച്ചു. അങ്ങനെ 8-9 വർഷം ഫെലോഷിപ്പിൽ, സെൻറ്റ് തോമസ് ഇവാഞ്ചലിക് ഫെലോഷിപ്പ് ഇപ്പോൾ 2 ഗ്രൂപ്പായിട്ട് കടപ്ര സെൻ്ററായിട്ട് പ്രവർത്തിക്കുക, അത് പ്രവർത്തിച്ചു. എന്നാൽ അതിൻ്റെ അവസാന കാലഘട്ടം വന്നപ്പോൾ, ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എല്ലാം കാലം കഴിഞ്ഞപ്പോൾ, കോശി ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ സഭയിലുള്ള യോജിപ്പിന് വേണ്ടി വന്നപ്പോൾ എനിക്കൊരു കീ റോൾ പ്രവർത്തിക്കാൻ സാധിച്ചു. സൺഡേ സ്കൂൾ ബോർഡാണോ യൂത്ത് ബോർഡാണോ ഒരു പ്രശ്നമല്ല. അതിൻ്റെ അവസാനം 2 വർഷം നടന്നതായ കമ്മിറ്റിയുണ്ട്. 2 കൂട്ടരും കൂടെ ഇവിടുത്തെ ഇവാഞ്ചലിക്കൽ സഭയുടെ തിരുവല്ല കേന്ദ്രമായിട്ടുള്ളവരും വളരെ ബുദ്ധിമുട്ടുകളോടുകൂടി പോകുന്നൊരു കാലഘട്ടം. അവിടെ തന്നെയും വളരെ ഭിന്നതകളും പ്രശ്നങ്ങളുമുള്ള കാലഘട്ടം. അപ്പോൾ ശമൂലച്ചൻ്റെ നേതൃത്വത്തിൽ, അന്ന് TC ഓറിജിനൊക്കെ അതിന് താല്പര്യമാണ്, ശമൂലച്ചൻ്റെ നേതൃത്വത്തിൽ സഭ യോജിപ്പിനുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞു. വളരെ ദ്രുതഗതിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഫെലോഷിപ്പുള്ള എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും 2 വർഷം അതിനുവേണ്ടിയുള്ള കമ്മിറ്റിയിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 1995 ഇവാഞ്ചലിക്കൽ സഭയും ഫെലോഷിപ്പ് ഗ്രൂപ്പും കൂടെ ഒരുമിച്ച് കൂടിയത്. പിന്നെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫെലോഷിപ്പ് ഗ്രൂപ്പിൽ ഒരു ഭാഗം മാറി നിന്നു. ഞങ്ങൾക്ക് വളരെ സങ്കടമായിപ്പോയി. ഫെലോഷിപ്പ് ഗ്രൂപ്പിൽ, ഫെലോഷിപ്പ് ചർച്ചിൽ യാതൊരു പ്രശ്നമുണ്ടായിരുന്നില്ല. യോജിച്ചു എന്നുള്ളൊരു വിഷയമല്ലാതെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെയും 12 വർഷം കഴിഞ്ഞു. ചില കേസുകളൊക്കെ ഉണ്ടായി, അതിനകത്ത് ഞാൻ നടക്കേണ്ടി വന്നു. പക്ഷേ അവസാനം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ ഭാഗത്തുള്ളവരും ഇവാഞ്ചലിക്കൽ സഭയുമായിട്ട് ചേർന്നു. 2007 95 യോജിപ്പ് ഉണ്ടായപ്പോൾ ഫെലോഷിപ്പിലെ എല്ലാവരും കൂടെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ
പ്രത്യേകിച്ച് ചുമതല സ്ഥാനമൊന്നും എടുക്കത്തില്ലായിരുന്നു. പക്ഷേ 95 വന്നതായ സമയത്ത് എന്നെ സഭയിലെ യൂത്ത് ബോർഡിൻ്റെ സെക്രട്ടറിയാക്കി. ഞാൻ 8 വർഷം യൂത്ത് ബോർഡിൻ്റെ, എനിക്ക് ഈ യുവജനങ്ങളിലുള്ള പ്രവർത്തനത്തിൻ്റെ പരിശീലനവും താല്പര്യവും ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ. അതനുസരിച്ച് ഞാൻ 8 വർഷം സുവിശേഷം ഇവാഞ്ചലിക്കൽ സഭയുടെ, സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയുടെ, തിരുവല്ല കേന്ദ്രീകൃതമായിട്ടുള്ള സഭയുടെ യൂത്ത് ബോർഡിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അതിനോടകം മിഷൻ ഫീൽഡുകൾ തുടങ്ങി. ഞാൻ യൂത്ത് ബോർഡ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചതിന് ശേഷം സഭയിലെ എല്ലാ യൂത്ത് ബോർഡിൻ്റെ ചുമതലയിൽ ഒരു മിഷൻ ഫീൽഡ് തുടങ്ങാനായിട്ട് ഞാൻ താല്പര്യപ്പെട്ടു, ചുമതലയെടുത്തു. ഞങ്ങളുടെ 1995 ചുമതലയെടുത്ത ആദ്യം തന്നെ യുവജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയിൽ ഒരു മിഷൻ ഫീൽഡ് വേണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു വിവാഹ കല്യാണത്തിന് ഞങ്ങൾ പോയി. എൻ്റെ കൂടെ ഗ്രേസ് കൗൺസിലിന് വേണ്ടി പ്രവർത്തിച്ചതായ ഒരു പെൺകുട്ടി, അവൾക്ക് വേണ്ടി ഇവാഞ്ചലിക്കൽ സഭയിൽ ഒരു കല്യാണം ആലോചിച്ച് നടത്തി. ആ കല്യാണത്തിന് പോകുന്ന സമയത്ത് ഒരു ഉപദേശി എന്നോട് പറഞ്ഞു, നമ്മുടെ സഭയിലെ ഒരു വ്യക്തി വടക്കേണ്ടിയിലെ ഒരു സ്ഥലത്ത് വേറൊരു സംഘടനയുമായിട്ട് ചേർന്ന് സുവിശേഷ പ്രവർത്തനം നടത്തുന്നുണ്ട്. ആളിനെ നമ്മുടെ സഭയോട് ചേർത്ത് കൊണ്ടുപോകാനുള്ള ശ്രമം സാർ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അംലായിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായ OP പൗലോസ് എന്ന് പറയുന്ന മിഷനറിയെ യൂത്ത് ബോർഡിൻ്റെ പ്രവർത്തകനായി യൂത്ത് ബോർഡിൻ്റെ ഒരു മിഷൻ ഫീൽഡായിട്ട് അംല മിഷൻ ഫീൽഡ് തിരഞ്ഞെടുത്തത്. അതൊരു വലിയ സ്റ്റെപ്പായി. അംല മിഷൻ ഫീൽഡ് 95 ഏറ്റെടുത്തു. 97 അവിടെ ഒരു സ്കൂൾ തുടങ്ങാൻ, യൂത്ത് ബോർഡിന് ചുമതല ഒരു സ്കൂൾ തുടങ്ങാൻ ഇടയായി. അത് 6 വർഷം ആ സ്കൂളിൻ്റെ ചുമതലയും വഹിച്ചു. അതിനുശേഷം ഞാൻ ആ ചുമതല മറ്റ് യൂത്ത് ബോർഡ് പുതിയ ആളുകളെ ഏൽപ്പിച്ചു കൊടുത്തായ സമയത്ത് സഭ എന്നോട് പറഞ്ഞു, സഭയുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഒരു പ്രവർത്തനം നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ എഡ്യൂക്കേഷൻ ബോർഡ് ഉണ്ടായി. എഡ്യൂക്കേഷൻ ബോർഡ് ഉണ്ടായത് 2002 2002 തോന്നുന്നു. ആ സമയത്ത് അതിൻ്റെ ചുമതല എനിക്ക് 7 വർഷം വഹിക്കാനിടയായി. 2010 വരെ ഞാൻ എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ ചുമതല വഹിച്ചു. ആ സമയത്താണ് മദ്രാസിൽ ഇവാഞ്ചലിക്കൽ സഭയുടെ കേന്ദ്രത്തിൽ ചാണ്ടപ്പിള്ളച്ചൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ശിഷ്യാശ്രമം ഉണ്ടായിരുന്നു. അത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ അവിടെ താമസിപ്പിച്ച് ചെറിയ കാലഘട്ടങ്ങളിൽ ശിഷ്യത്വം പഠിപ്പിക്കണമെന്നുള്ള ഈ ആഗ്രഹത്തിൽ PT ചാണ്ടപ്പിള്ളച്ച, അദ്ദേഹം US ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് ഇവാഞ്ചലിക്കൽ സഭയുടെ വികാരി ജനറലായിരുന്നു. അദ്ദേഹമാണ് ഹിന്ദി ബെൽറ്റ് മിഷൻ്റെ സ്ഥാപകൻ. അദ്ദേഹമാണ് ശിഷ്യാശ്രമത്തിൻ്റെ സ്ഥാപകൻ. പക്ഷേ ആ സ്ഥാപനം എല്ലാം താഴ്ച റൂഫ് ആയിട്ടുള്ളതായ കെട്ടിടമൊക്കെ പൊടിഞ്ഞു പോയതായ സമയത്ത് ദൈവം എനിക്കൊരു താല്പര്യം തന്നു. ആ സ്ഥാപനം ഒരു ശിഷ്യത്വ പരിശീലന കേന്ദ്രമായിട്ട് സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ, കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതായ ഒരു ഹോസ്റ്റലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചു. കാരണം എന്ന് വെച്ചാൽ അതിന് വേറൊരു കാര്യമുണ്ട്. ഞാൻ കോതമംഗലത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന PC ഈപ്പൻ സാറും എല്ലാം കൂടി ചേർന്ന് ഇവിടെ ഒരു ലോഡ്ജ് എടുത്തിട്ട് കുറേ കുട്ടികളെ താമസിപ്പിച്ച് ഞങ്ങളവിടെ താമസിച്ച് കുഞ്ഞുങ്ങളെ ആത്മീയമായി പോഷിപ്പിച്ച ഒരു പശ്ചാത്തലം കൊണ്ട് ഞാൻ അതൊന്നും പറഞ്ഞില്ല, ഇതിനകത്ത് പ്രവർത്തിക്കുന്ന കൂടാതെ. അപ്പോൾ ആ ഒരു ദർശനം എനിക്ക് ഉണ്ടായിരുന്നു. കോതമംഗലത്ത് സ്ഥലം വാങ്ങിച്ച് തന്നെ ഒരു ഹോസ്റ്റൽ പണിയണം, പിന്നെ അതോട് ചേർന്നൊരു ആരാധനാലയവും വേണം. അതൊന്നും നടന്നില്ല. ഇപ്പോൾ ഒരു ആരാധനാലയം ഉണ്ട്. എന്നാൽ അതുപോലെ ഒരു സ്ഥാപനം നടത്താനായിട്ട് ആഗ്രഹിച്ചു. അന്ന് C.V. മാത്യു അച്ഛനാണ് ജൂബിലി മെമ്മോറിയൽ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയിരുന്നു, റിട്ടയർ ചെയ്ത സമയമാണ്. അദ്ദേഹവുമായിട്ട് ഇത് പങ്ക് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനുള്ളതായ ചില വഴികൾ ഒരുക്കിത്തരാം. തിറാനസോൾ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. C.V. മാത്യു ബിഷപ്പ് പിന്നീട് ബിഷപ്പായി. അദ്ദേഹം അച്ഛനായിരിക്കുമ്പോൾ സമയം തന്നെ ഇതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇപ്പോൾ അവിടെ ആ ശിഷ്യാശ്രമത്തിൻ്റെ സ്ഥാനത്ത്
ചെന്നൈ തിരാനസോൾ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം 21 കുട്ടികൾക്ക് താമസിച്ച് പിന്നീട് അവർക്ക് ആത്മീയമായ പോഷണവും സുവിശേഷീകരണ പ്രവർത്തനങ്ങളുമായ പ്രോത്സാഹനവും അവരുടെ പഠനത്തിൽ നല്ല ഡെവലപ്മെൻറ്റും എല്ലാം ഉണ്ടാകുന്ന ഒരു സ്ഥാപനമായിട്ട് ചെന്നൈ തിരാനസോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സഭയുടെ എഡ്യൂക്കേഷൻ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടും ചെന്നൈ തിരാനസോൾ ബന്ധപ്പെട്ടും അതിൻ്റെ എല്ലാം സ്ഥാപക കാര്യങ്ങളിൽ പങ്കാളിയാകുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. അത് കഴിഞ്ഞ ശേഷം 2010 കഴിഞ്ഞ ശേഷം മറ്റുള്ളവരെ ഓരോരുത്തരെ ചുമതല ഏൽപ്പിച്ചു. അതിന് ചുമതലയൊന്നും എനിക്കില്ല. അങ്ങനെയാണ് മിഷൻ ഫീൽഡ് അവിടെ നടന്നത്. ഹിന്ദി ബെൽറ്റ് മിഷൻ ആദ്യം ആരംഭിച്ചത് ഛത്തീസ്ഗഡിലാണ്, ഡോണ്ടിയിലാണ്. അവിടെ ഒരു ഡോക്ടർ മത്തായി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലാണ് നടന്നത്. എന്നാൽ മധ്യപ്രദേശിൽ അംല മിഷൻ ഫീൽഡിൽ അംല മിഷൻ ഫീൽഡിൽ അപ്പോൾ 1995 തന്നെ ഈ അംല മിഷൻ ഫീൽഡ് ആരംഭിച്ചു. 97 അവിടെ സ്കൂൾ ആരംഭിച്ചു. 99 ഹിന്ദി ബെൽറ്റ് മിഷൻ ഡോണ്ടിയിൽ ആരംഭിച്ചത്. എന്നാൽ 2001 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ മധ്യപ്രദേശിൽ നമ്മുടെ നാഗ്പൂർ ഭോപ്പാൽ റൂട്ടിൽ മധ്യ ഭാഗത്താണ് ഈ സ്ഥലം. നല്ല യാത്രയ്ക്കുള്ളതായ സൗകര്യങ്ങളുള്ളതായ മെയിൻ കേന്ദ്രമായതുകൊണ്ട് ഹിന്ദി ബെൽറ്റ് മിഷൻ്റെ പ്രവർത്തനങ്ങളും മധ്യപ്രദേശിൽ അംലായിൽ തന്നെ അതിനടുത്തുള്ള തൊഴൻപാട എന്നുള്ള സ്ഥലത്തേക്ക് സ്ഥാപിച്ചു. അങ്ങനെ എൻ്റെ ബ്രദറായിരുന്നു ഹിന്ദി ബെൽറ്റ് മിഷൻ്റെ ആദ്യത്തെ ഡയറക്ടറായിട്ട് 14 ഇയേഴ്സ്. അപ്പോൾ ഛത്തീസ്ഗഡിലെ ഡോണ്ടിയിലാണ് തുടങ്ങിയത്. അവിടെ നിന്ന് 2001 തൊറൻപാടയിലേക്ക് വന്നു. ഇപ്പോൾ അവിടെ ബൈബിൾ സ്കൂളുണ്ട്. ഹിന്ദി ബെൽറ്റ് മിഷൻ്റെ ചുമതലയിൽ അവിടെ ബൈബിൾ പരിശീലന കേന്ദ്രമുണ്ട്, മിഷണറി പരിശീലന കേന്ദ്രമുണ്ട്, അവിടെ സ്കൂളുണ്ട്, അതുപോലുള്ള സ്ഥാപനങ്ങളെല്ലാം അവിടെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഇവാഞ്ചലിക് സഭയുടെ ഏറ്റവും വലിയ ആത്മീയ ശുശ്രൂഷയുടെ സ്ഥാപനങ്ങളുടെ കേന്ദ്രമായിട്ട് അംല മിഷൻ ഫീൽഡ് തീർന്നു. ഇതൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടൊരു പ്രവർത്തനമാണ്. ഒരു അംലായിൽ ഉണ്ടായിരുന്നായ ഇവാഞ്ചലിക്കൽ സഭ, യാക്കോബായ സഭയിൽ നിന്ന് ഇവാഞ്ചലിക്കൽ സഭയിലേക്ക് വന്നായ ഒരു OP പൗലോസിനെ നമ്മുടെ സഭയോട് ചേർത്ത് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യണമേ എന്ന് പറഞ്ഞ് ഒരു ഉപദേശം പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിയ പ്രവർത്തനം ഇപ്പോൾ അംലായിലും തൊറൻപായമിലും ഒരു വലിയ പ്രശ്നം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പുകളെ കാണാൻ സാധിക്കുന്നവർക്ക് നിസാര കാര്യങ്ങൾ കൂടെ, ചെറിയ തുടക്കങ്ങൾ കൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതിന് എൻ്റെ അനുഭവമുണ്ട്, സഭയുടെ അനുഭവമുണ്ട്. അതിനൊക്കെ ഓരോ മുഖാന്തരങ്ങൾ ഉണ്ടാക്കി. ഒരു കാര്യം ഞാൻ പറയാം, ഇതിനൊക്കെ ധാരാളം പ്രതികൂലങ്ങളുണ്ടായിരുന്നു. എന്തിനായി വടക്കേണ്ടിയിൽ പോയി ഇത്രയും കാശ് ചെലവഴിക്കുന്നത്? എന്തിനായി ഇത്രയും പണം അവിടെ ചിലവാക്കുന്നത്? നാട്ടിലല്ലേ വേണ്ടത്? നമുക്കൊരു സ്ഥാപനം ഇവിടെ ഇല്ലല്ലോ, ഒരു സ്കൂളില്ല, ഒരു കോളേജില്ല എന്നൊക്കെ ചിന്തിച്ചതായ ആളുകളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഇവിടുന്ന് സ്കൂളും കോളേജും ഒന്നും നമുക്ക് ആവശ്യമില്ല. സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ നമ്മൾ ആ പ്രവർത്തനങ്ങളായിരുന്നു. എന്നെ സുവിശേഷ വേലയിൽ ഏറ്റവും അധികം സ്വാധീനിച്ചത് എൻ്റെ പിതാവ് തന്നെയാണ്. എന്നാൽ സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ 3 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് സ്ഥാപിക്കപ്പെട്ടത്. 1, ഡിഫൻസ് ഓഫ് ഇവാഞ്ചലിക്കൽ ഫെയ്ത്ത്, സുവിശേഷ വിഹിത വിശ്വാസ സംരക്ഷണം. 2, ലൈഫ് അക്കോർഡിംഗ് ടു ദ ടീച്ചിങ്സ്, ദൈവവചനം അനുസരിച്ചുള്ളതായ ജീവിതശൈലി, വിശുദ്ധ ജീവിതം. 3, ഇവാഞ്ചലൈസേഷൻ ഓഫ് ഇന്ത്യ. സഭയുടെ കൗൺസിലായിരിക്കുന്ന ആ സമയത്ത് ഇതിൽ 2 കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ സമിതികളുണ്ടാക്കി, 2 അല്ല 3 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമിതികളുണ്ടാക്കി അതിൻ്റെ കൺവീനറായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാൻ കൗൺസിലില്ല. അതിനു മുമ്പ് 95 മുതൽ 2013 വരെ ഞാൻ സഭാ കൗൺസിലുണ്ടായിരുന്നു. അവസാന കാലങ്ങളിൽ സി മാത്യു ബിഷപ്പ് പ്രിസൈഡിംഗ് ബിഷപ്പ് ആയിരിക്കുന്ന കാലത്ത്
അതോടുകൂടിയാണ് ഈ സഭയിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് പറയാൻ സാധിക്കും. 2007 കൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് യോജിപ്പുണ്ടായത്. അതുകൊണ്ട് കൂടുതൽ ക്ലൈമറ്റ് അനുകൂലമായി. ആ അനുകൂലമായ സാഹചര്യത്തിലാണ് തോമസ് എബ്രഹാം ബിഷപ്പും സി മാത്യു ബിഷപ്പും ഇതിൻ്റെ അധ്യക്ഷന്മാരായിട്ട് ഇലക്ഷനിൽ കൂടെ വരുന്നത്. അതിനുശേഷം സി മാത്യു ബിഷപ്പ് പ്രസിഡന്റ് ബിഷപ്പ് അയക്കുന്ന കാലത്ത് ഡിഫൻസ് ഓഫ് ഇവാഞ്ചലിക്കൽ ഫെയ്ത്ത്, നമ്മുടെ ഡോക്ട്രിൻസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ശരിയായിട്ടുള്ള നിർണയം പലയിടത്തും പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതിന് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ബിഷപ്പ് ഡോക്ടർ MK ഘോഷി തിരുമേനിയെ ആ ചുമതല ഏൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ബിഷപ്പന്മാർ 2 പേരും ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചിരുന്നു. അതിൻ്റെ കൺവീനറായിട്ട് എന്നെയാക്കി. അത് കഴിഞ്ഞിട്ട് 2007 സഭ യോജിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സഭയിൽ ഒരു ഉണർവ് ഇനിയും ഉണ്ടാകാറുണ്ട്. സഭ യോജിച്ചു. ഞങ്ങൾ ഓർക്കുന്നുണ്ട് 1966 മുതലേ ഭിന്നതയുണ്ടായി. 69 ഞങ്ങൾ ഇവാഞ്ചലിക്കൽ ചർച്ച് റിവൈവൽ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞ് PP തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിലൊരു സംഘടന ഉണ്ടാക്കി, കൂട്ടായ്മയുണ്ടാക്കി. 2 കൂട്ടരോടും ചേർന്ന് നിൽക്കാതെ ഒരുമിച്ച് പോകണമെന്നുള്ള ചിന്തയിൽ വന്ന് ഞാൻ എൻ്റെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് യൂണിറ്റി ത്രൂ റിവൈവൽ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സ്ലോഗൻ. പക്ഷേ ഞങ്ങളുടെ ആ 10 വർഷക്കാലം യൂണിറ്റി ഉണ്ടായില്ല, റിവൈവലും ഉണ്ടായില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അന്ന് അതിനോട് ബന്ധപ്പെട്ടിരുന്നായ പെരുമ്പാവൂരെ ചില സഹോദരന്മാരുണ്ട്. KE ജോൺ സാറ്, അവറാച്ചൻ, കുഞ്ഞുഞ്ഞ് തുടങ്ങിയ ആളുകൾ, ട്രിവാൻഡ്രത്തെ KM ജോർജ് സാറ് തുടങ്ങിയ ആളുകൾ, ഞങ്ങൾക്ക് വളരെയധികം ആത്മീയമായ പ്രചോദനം ലഭിച്ചതായ ഒരു 10 വർഷക്കാലമായി. ആ അന്നുള്ള ബന്ധം ഞങ്ങൾക്ക് ഇന്നുമുണ്ട്. ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവരും ഈ ലോകത്തിൽ, നീ പറഞ്ഞ ആളുകളൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ ഞങ്ങൾക്കൊരു ദർശനം കിട്ടി, വിശുദ്ധിയോടെ ജീവിക്കണം. അതുകൊണ്ട് അതിനുശേഷവും സഭ യോജിച്ചതിന് ശേഷവും കക്ഷിപക്ഷം കൂടാതെ എല്ലാവരോടുമുള്ളതായ സ്നേഹം അത് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. പക്ഷേ ഒരു കാര്യം, 1995 സഭ യോജിച്ചു, ഉണർവിലൂടെയല്ല. പ്രത്യേകിച്ച് ഇവാഞ്ചലിക്കൽ സഭയിൽ ഫെലോഷിപ്പിൽ അന്ന് പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും വളരെ യോജിപ്പായിട്ട് നിൽക്കുക. സഭയിൽ ഒരു യോജിപ്പ് കൂടാതെ മുമ്പോട്ട് പോകാനൊക്കാത്ത സാഹചര്യം ഉണ്ടായി. കാരണം കേസുകളും എല്ലാമായിട്ട്, നിരോധനങ്ങളുമെല്ലാം ആയിട്ട് ഇവിടെ ഒരു ബിഷപ്പിനെ എടുക്കാനൊക്കത്തില്ല, അച്ഛന്മാരെ എടുക്കാനൊക്കത്തില്ല എന്നുള്ളതായ വിഷയം വരുമ്പോൾ യോജിച്ച് പോയെങ്കിലും മതിയാവും എന്ന് പറഞ്ഞപ്പോൾ PM സാമുവൽസിൻ്റെ നേതൃത്വത്തിൽ വന്നപ്പോൾ അന്ന് TC ജോർജിനൊക്കെ അനുകൂലമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. ആ സമയത്താണ് യോജിപ്പ്. അപ്പോൾ യോജിപ്പ് വന്നപ്പോൾ ഫെലോഷിപ്പിലുള്ളതായ ആളുകൾക്ക് അതിനുള്ള സമയമായില്ല എന്നുള്ള ചിന്ത ഉണ്ടായതുകൊണ്ട് പിന്നെ അവിടെ ഒരു ഡിവിഷൻ ഉണ്ടായി. ഡിവിഷൻ എന്തിൻ്റെ പേരിലുണ്ടായി? യോജിക്കണോ വേണ്ടായോ എന്നുള്ള പേരിൽ, അല്ലാതെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല. പിന്നീട് വീണ്ടും വിഷമിച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞു. ഒടുവിൽ ഫെലോഷിപ്പിലുള്ളവർക്ക് ഒരുമിച്ച് പോകാൻ ഒക്കാത്തതായ സ്ഥിതി വന്നപ്പോഴാണ് 2 കൂട്ടരും കൂടെ, അവിടെ 2 കൂട്ടരെന്ന് പറയാൻ പറ്റില്ല, എന്നാലും 2 അഭിപ്രായങ്ങളുള്ളതായ ആളുകൾ 2 കൂട്ടരും കൂടെ ഒരുമിച്ച് പോകാൻ വയ്യാതെ വന്നപ്പോൾ അവരും കൂടെ ഒരുമിച്ച് പോരാൻ തീരുമാനിച്ചു. സഭയും അതിനനുകൂലമായിട്ട് നിന്നു. ഇവിടെയെങ്ങും ഒരു ഉണർവുണ്ടായില്ല. അതുകൊണ്ട് തന്നെ 2007 യോജിപ്പുണ്ടായ സമയത്ത് ഇനിയും നമുക്ക് സഭയിൽ ഉണർവുണ്ടാകണം എന്നുള്ളതായ താല്പര്യത്തിൽ പല ആളും മുമ്പോട്ട് വന്നു. കണ്ടപ്പേര് ബാബു എന്നറിയപ്പെടുന്നതായ തോമസ് വർഗീസ് 2007 അദ്ദേഹം പറഞ്ഞു, നമുക്ക് സഭയിൽ ഉണർവുണ്ടാകുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. 2008 PT യോഹന്നാൻ, അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റ് കൂടെയാണ്, കേരളത്തിലെ ചീഫ് എഞ്ചിനീയറായിട്ട് ഡയറക്ടറായിട്ട് പിന്നീട് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമൊക്കെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അഡ്വൈസറായിട്ട് ഇരുന്നതായിട്ടുള്ളതായ PT യോഹന്നാൻ, അദ്ദേഹത്തിൻ്റെതായ ഒരു തീസിസ് സഭയിലേക്ക് കൊടുത്തിരുന്നു 2008. അത് കഴിഞ്ഞ് 2008 തന്നെ PI ഷാമിൽച്ചൻ്റെ നേതൃത്വത്തിൽ 16 അംഗങ്ങളുള്ളതായ ഒരു കമ്മിറ്റി എടുത്തു സഭയിൽ ഉണർവുണ്ടാകുന്നതിന് വേണ്ടി. പക്ഷെ ഒന്നും പ്രത്യേകിച്ച് അങ്ങോട്ട് നടന്നില്ല. അത് കഴിഞ്ഞ് 2008
ബിഷപ്പന്മാർ, പുതിയ ബിഷപ്പന്മാർ സി മാത്യു ബിഷപ്പും തോമസ് അറോ ബിഷപ്പുമാണ്. 2011 12, 13 കാലഘട്ടങ്ങളിൽ 3 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, നമ്മുടെ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്താണെന്നുള്ളത് ശരിയാക്കിയെടുക്കണം. കോശി ബിഷപ്പിൻ്റെ നേതൃത്വത്തിലെടുത്ത കമ്മിറ്റി ഡോക്ട്രിൻ എടുക്കാനുള്ളതായത് അതിൻ്റെ ആധികാരികമായിട്ടുള്ള കമ്മിറ്റി, തിയോളജിക്കൽ കമ്മിറ്റി, അതിൻ്റെ കൺവീനർ ഞാനായിരുന്നു. പക്ഷേ അതിൻ്റെയും 2016 ആയപ്പോൾ അതിൻ്റെ അവസാന സമയത്തൊക്കെ വന്നെങ്കിലും പിന്നെ അതൊരു രൂപത്തിലാകാൻ 2023 വരെ സമയമെടുത്തു. 2023 കൺവെൻഷനിൽ വെച്ചാണ്. ചിലപ്പോൾ എൻ്റെ ഇയറിൽ 1-2 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാൻ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. 2023 ഔദ്യോഗികമായിട്ട് അത് പബ്ലിഷ് ചെയ്തു. അതേ സമയത്ത് 2011 മുതൽ 12 മുതൽ 13 വരെയുള്ളതായ ഒരു വർഷം സഭാ കൗൺസിൽ എടുത്തായ ഒരു സമിതി, അതിലെ കൺവീനർ ഞാനായിരുന്നു. അവസാനം ഡെവലപ്പ് ചെയ്തതാണ് മിനിസ്ട്രി ഓഫ് റിവൈവൽ ആൻഡ് എംപവർമെൻറ്റ്, MRE. അതിൻ്റെ പ്രസിഡന്റ് സി മാത്യു ബിഷപ്പ് തന്നെയായിരുന്നു. 5 ബിഷപ്പന്മാരെയും അതിൻ്റെ ചില 5 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അതിൻ്റെ ചെയർമാനായിട്ടും 5 ഡയറക്ടർമാരായിട്ടും ആളുകളൊക്കെ എടുത്തു. എന്നാൽ ഇതൊക്കെ ദൈവാത്മാവിൽ അന്നുള്ള നേതൃത്വത്തിൻ്റെ ഇനിഷ്യേറ്റീവിൽ വന്നതാണെങ്കിലും ഒരു ഉണർവെന്ന് പറയുന്നതിന് തടസ്സങ്ങൾ പൈശാചികൻ ഉണ്ടാക്കിക്കൊണ്ട് ഒരു കാര്യവും മുമ്പോട്ട് പോകില്ല. പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ആളുകളെ ആക്കണമെന്ന് പറഞ്ഞിട്ട് ആളുകളില്ല, അച്ഛന്മാരില്ല എന്ന് പറയുന്നതായ സംഗതിയാണ്. ചുരുക്കി പറഞ്ഞാൽ ചിലതൊക്കെ ചെയ്തു എന്നുള്ളതല്ലാതെ ഇന്നും ഒരു ഉണർവുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ സഭയ്ക്ക് ഇന്നും ഉണ്ടാകേണ്ടതായ ആത്മീയമായ ഉണർവുണ്ടായിട്ടില്ല, അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ സഭയോജന പരമായിട്ട് സ്ഥാപനങ്ങൾ വർദ്ധിച്ചു. പഴയ 1961 ഉണ്ടാക്കിയ കെട്ടിടങ്ങൾ 79 പൊളിഞ്ഞു പോയതായ ആരാധനാലയങ്ങളൊക്കെ പുഷ്ടിയായി. പാവപ്പെട്ടതായ ആളുകൾ, മുകളിൽ ആകാശവും താഴെ ഭൂമിയും മാത്രമുള്ളതായ ആളുകൾ, ഇന്ന് ഞങ്ങളുടെ സഭയിൽ നിന്ന് ധാരാളം ആളുകൾ ഇന്ത്യയിലും വിദേശത്തും ഗൾഫിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഇംഗ്ലണ്ടിലും ഒക്കെ ജോലികളായിട്ടൊക്കെ പോയി സമ്പത്തുണ്ട്. ആ സമ്പത്തുകളൊക്കെ കൊണ്ട് പല സ്ഥാപനങ്ങളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മിഷൻ ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇന്ത്യ ബെൽറ്റ് മിഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് മിഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം ശരിയാണ്. വടക്കേ ഇന്ത്യയിൽ വളരെ നല്ലതായ ഒരു സുവിശേഷ മുന്നേറ്റം സഭയ്ക്കുണ്ട്. ഇന്ന് സഭയിൽ ഒറിജിനലായിട്ടുണ്ടായിരുന്ന മാർത്തോമായിൽ വന്ന ആളുകൾ ഉൾപ്പെടെ കേരളത്തിലുള്ള സഭയിലുള്ളതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയ്ക്ക് കേരളത്തിന് പുറത്ത് മിഷൻ ഫീൽഡുകളിലുണ്ട്. സ്തോത്രം. പക്ഷേ ഒരാത്മീയമായ ഉണർവിൻ്റെ ദാരിദ്ര്യം, വിശ്വാസമുണ്ട്, പ്രസംഗമുണ്ട്, ഉപദേശമുണ്ട്, പുസ്തകമുണ്ട്, എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ലക്ഷ്യത്തിലേക്ക് നാം ഇനിയും വന്നിട്ടില്ല. ഉപദേശത്തിനനുസരിച്ചുള്ള ജീവിതം, സമർപ്പണമുള്ള ജീവിതം, സ്വാർത്ഥതയില്ലാത്ത ജീവിതം. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞാൻ ഈ ഗ്രേസ് കൗൺസിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടതായ സമയത്താണ് ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ശരിയായിട്ട് ബോധ്യപ്പെട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത്. എക്സ്ചേഞ്ച് ലൈഫ്, എക്സ്ചേഞ്ച് ഫ്രം ആഡമിക് ലൈഫ് ടു ക്രൈസ്റ്റ് ലൈഫ്. അതൊന്നാണ്. നമ്മൾ ആദാമ്യ പാരമ്പര്യത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ പാരമ്പര്യത്തിലേക്ക് വരുന്നു. അതാണ് ഒരു എക്സ്ചേഞ്ച്. എന്നാൽ ഗ്രേസ് ഫെലോഷിപ്പ് ഇൻ്റർനാഷണലും ഗ്രേസ് കൗൺസിൽ ഇന്ത്യയെ പഠിപ്പിക്കുന്ന മറ്റൊന്നുണ്ട്, എക്സ്ചേഞ്ച് ഓഫ് സെൽഫ് ലൈഫ് വിത്ത് ക്രൈസ്റ്റ് ലൈഫ്. ഗലാത്യർ 5:24, ഗലാത്യർ 2:20. ഗലാത്യർ 2:20 പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. അത് നമ്മുടെ സ്റ്റാറ്റസാണ്. നമ്മൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ ക്രിസ്തുവാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഗലാത്യർ 5:24 പറയുന്നുണ്ട്, 5-ാം അധ്യായത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ സകല രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു പറയുന്നുണ്ട്. ദാറ്റ് ഷുഡ് ബി എ ഡെയിലി മോമെൻറ്റ് മൈ
moment experience of every believer, every Christian minister. അതില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഇന്നുണ്ട്. ജഡം വളരെ ശക്തമാണ്. സാമ്പത്തികമുണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൽ പലതും അല്ലെങ്കിൽ മിക്കതും ജഡത്തിൻ്റെതായ പ്രകടനങ്ങൾ. പ്രശസ്തിയുണ്ട്, മീഡിയയുണ്ട്, പത്രങ്ങളിൽ ന്യൂസ് വരുന്നുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ളതായ വിഷയം ഉണർവില്ല. അതുകൊണ്ട് ഈ കാലങ്ങളിൽ മിനിസ്ട്രി ഓഫ് റിവൈവൽ എംപവർമെൻറ്റ് നേതൃത്വത്തിൽ പ്രാർത്ഥന ഗ്രൂപ്പുകൾ ആരംഭിക്കുക തുടങ്ങിയാണ്. കഴിഞ്ഞ 12-ാം തീയതി ഒരു പ്രാർത്ഥന യജ്ഞം, കഴിഞ്ഞ 4 വർഷമായിട്ട് 2020 മുതൽ പ്രാർത്ഥനാ യജ്ഞമുണ്ട്. ഞങ്ങൾക്ക് 672 പേരുള്ളതായ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ കൂടുന്നുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് പ്രാർത്ഥിക്കാൻ കൂടുന്നുണ്ട്. വെള്ളിയാഴ്ച തോറും പ്രത്യേക പ്രസംഗങ്ങളുമുണ്ട്. രാവിലെ വചന ധ്യാനമുണ്ട്. എന്നാൽ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, രൂപാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ധാരാളം പ്രാർത്ഥിക്കാൻ വിഷയമുണ്ട്. സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കാനുണ്ട്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്, ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. പക്ഷേ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതായ ആദ്യത്തെ പ്രെയർ മീറ്റിംഗ് ഔദ്യോഗികമായിട്ട് ഈ 12-ാം തീയതി ശനിയാഴ്ച തിരുവല്ല സെൻട്രൽ ഹാൾ വെച്ച് നടന്നു. അതൊന്ന് വർദ്ധിച്ചു വന്നെങ്കിലേ പറ്റുള്ളൂ. മിനിസ്ട്രി ഓഫ് റിവൈവൽ ആൻഡ് എംപവർമെൻറ്റ് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സഭയിലെ പട്ടക്കാരും സുവിശേഷകരും സേവനിമാരും സഭയുടെ ഇടവകളുടെ ചുമതലക്കാരും അടങ്ങുന്നതായ എല്ലാ ആളുകളെയും ഓരോ ഡയോസസിലും വിളിച്ച് പ്രിസൈഡിംഗ് ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ വരെ, ഗൾഫിൽ അങ്ങനെ പോയില്ല, അമേരിക്കയിൽ വരെ ഡയോസിഷൻ ബേസിസിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചു, പഠിപ്പിച്ചു. ഈ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് പഠിക്കണം. ഇപ്പോഴും നമ്മുടെ പല ആളുകൾക്കും നമ്മൾ എന്താ വിശ്വസിക്കുന്നുണ്ട് അറിയാൻ പാടില്ല. വാട്ട് വി ബിലീവ് വേണ്ടതുപോലെ അറിയാൻ പാടില്ല, പഠിപ്പിക്കുന്നില്ല. 2, പഠിക്കുന്നതിനനുസരിച്ചുള്ള ഒരു ജീവിതം, ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് മെൻറ്ററിങ്. ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, മിഷൻ ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് മെൻറ്ററിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ ശക്തമായി മുമ്പോട്ട് പോയില്ലെങ്കിൽ, ഒരു ഉണർവുണ്ടായില്ലെങ്കിൽ, അന്നത്തെ പ്രസിഡന്റ് ബിഷപ്പായിരുന്ന സി മാത്യു ബിഷപ്പ് പറഞ്ഞ ഡു ഓർ ഡൈ, ഒന്നുകിൽ ഇതുമായിട്ട് മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ നശിക്കും എന്ന് പറഞ്ഞെങ്കിലും 2013 മുതൽ 2025 വരെ വളരെ തുച്ഛമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിച്ചുള്ളൂ. പൈശാചികൻ്റെ തന്ത്രങ്ങൾ നമ്മുടെ ഓരോരുത്തരെയും ജീവിതങ്ങൾ കൂടെ തടസ്സമായിട്ട് നിൽക്കുകയാണ്. ഇനിയും ഒരു ഉണർവുണ്ടാകുന്നതിന് വേണ്ടിയുള്ള ആവേശം, ദർശനം ആളുകൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടയാളമായിട്ടാണ് കഴിഞ്ഞ ശനിയാഴ്ച ആ പ്രാർത്ഥനാ യജ്ഞം, പ്രാർത്ഥനാ സംരംഭം ഉണ്ടായത്. ദൈവം ആ ഉണർവിലൂടെ ഈ സഭയ്ക്ക് ഒരു വലിയ ഭാവി ഉണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജഡത്തിൻ്റെ പ്രവൃത്തികളെല്ലാം സഭാ ശുശ്രൂഷകരിൽ നിന്നും നേതൃത്വത്തിൽ നിന്നും സഭാജനങ്ങളിൽ നിന്നും ഇല്ലാതെയായി ഞാൻ ക്രിസ്തുവിനോട് ദിനംതോറും ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ വരികയാണെങ്കിൽ ഈ സഭയ്ക്ക് വലിയൊരു ഭാവിയുണ്ട്. സാറിൻ്റെ ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്ന് സുവിശേഷ വേലക്കാരോട് എന്താണ് സാറിനൊരു, ഇപ്പോൾ പുതുതായിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവരുണ്ട്, ഇതിൽ നിൽക്കുന്നവരുണ്ട്, ഇവരോട് എന്താണ് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? 2 കാര്യങ്ങളാണ്. സഭ സുവിശേഷീകരണത്തിന് വേണ്ടി വിളിക്കപ്പെട്ടതാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നതായ, ആകയാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാണ്. ആ വചനം ഉൾക്കൊണ്ടത് അപ്പോസ്തലന്മാർ മാത്രമല്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി കാത്തിരുന്നത് 120 പേരാണെന്ന് ആ അധ്യായത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യമായി യെരൂശലേമിൽ നിന്ന് പുറത്തുപോയി സുവിശേഷം അറിയിച്ചത് സാധാരണ വിശ്വാസികളായിരുന്നു. അതിന് കാരണമായി തീർന്നത് സ്തെഫാനോസിൻ്റെ
മരണമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, രക്തസാക്ഷിത്വമാണ്. ആ പീഡനം വന്നപ്പോൾ അപ്പോസ്തലന്മാരൊഴികെ എല്ലാവരും വിവിധ സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. അതുകൊണ്ട് ഇവാഞ്ചലിസ്റ്റ് സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, എവരി ബിലീവർ ഈസ് എ മിഷണറി ആൻഡ് എവരി അൺബിലീവർ ഈസ് എ മിഷൻ ഫീൽഡ്. അതൊന്ന്. എന്നാൽ അതിലും പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. കർത്താവിൻ്റെ അന്ത്യകൽപ്പന, ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നതായ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യം പല ആളുകളും പലതാണ് മനസ്സിലാക്കുന്നു. ചിലർ പറയുന്നു അവിടെ സ്നാനപ്പെടാനാണ് കൽപ്പന, ചിലർ പറയുന്നു വേറെ പല കാര്യങ്ങളും. അവിടെ എന്താ പറയുന്നത് അറിയാമോ? ശിഷ്യരാക്കാനാണ്. സുവിശേഷം പറയുന്നതിനെ കുറിച്ചല്ല, സകല കാര്യങ്ങളും ശിഷ്യരാക്കുക, ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഉണർവിൻ്റെ അനുഭവം. അപ്പോൾ സുവിശേഷകരാണെങ്കിലും പട്ടക്കാരാണെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട സുവിശേഷകർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് അപ്പോസ്തലർ 1:8 തന്നെ മതി, തുടർന്ന് ചെയ്യാം. പക്ഷേ സഭകളിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ ഡിസൈപ്പിൾഷിപ്പ് മിനിസ്ട്രി മറന്നു പോകുന്നു. സുവിശേഷവുമില്ല, ഡിസൈപ്പിൾഷിപ്പും ഇല്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള കേരളത്തിലെ സഭകളുടെ ചുറ്റുപാടും വലിയ ഔട്ട്റീച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, ചിലയിടത്തൊക്കെ ചിലത് നടക്കുന്നുണ്ട്. എന്നാൽ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ആത്മീയമായിട്ടുള്ളതായ ഉണർവിൻ്റെ അനുഭവം. അതുകൊണ്ട് സുവിശേഷകർ കേട്ടിട്ടില്ലാത്തതായ വചനം കേട്ടിട്ടില്ലാത്ത ആളുകളുടെ ത്യാഗത്തോടെ പോകണം. പണ്ടത്തെ ത്യാഗമൊന്നും ഇപ്പം ഇല്ല. എൻ്റെ അപ്പച്ചനൊക്കെ സുവിശേഷ വരെ ചെയ്തവരുടെ ത്യാഗം ഇന്ന് അനുഭവിക്കേണ്ട കാര്യമില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന സുവിശേഷകരുണ്ടെങ്കിൽ വിശ്വാസികൾ ധാരാളം കൊടുക്കും. പലപ്പോഴും പറയുന്നത് പട്ടക്കാരുടെ സപ്പോർട്ടിന് ആളുകളില്ല, സുവിശേഷ വിലയ്ക്ക് സുവിശേഷകരുടെ സപ്പോർട്ടിന് ആളുകളുള്ളതാണ്. ശരിയാണ്. എവിടെ പ്രവർത്തിക്കുന്നുവോ അവിടെ സപ്പോർട്ടുണ്ടാകും. എന്നാൽ പോയി പ്രവർത്തിക്കാൻ, പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യാൻ അറിയാവുന്ന സുവിശേഷകർ ഇന്നിൽ കുറവാണ്. പേഴ്സണൽ വ്യക്തിപരമായ സുവിശേഷം പറയാൻ അറിയാവുന്നതായ സുവിശേഷം തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എല്ലാം ഉണ്ട്. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഞങ്ങളുടെ ഒരു വലിയ ലക്ഷ്യം പേഴ്സണൽ ഇവാഞ്ചലിസത്തിൽ ആളുകളെ പരിശീലിപ്പിക്കുന്നവരെ പരിശീലിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. ദൈവവചനം ശരിയായി മനസ്സിലാക്കി കൊടുത്ത് സുവിശേഷം കേട്ടില്ലാത്തവരുടെയിലും ചുറ്റുപാടുമുള്ളവരിൽ ത്യാഗമായിട്ട് പ്രവർത്തിച്ചാൽ ദൈവം അനുഗ്രഹം തരും. മറ്റുള്ളവരെ നോക്കി പോകണ്ട. ഒരു കാര്യം, ദൈവത്തെ വിശ്വസിച്ചും ആശ്രയിച്ചും പണം നോക്കാതെയും ചുറ്റുപാടുകൾ നോക്കാതെയും പോയ ഒരു സുവിശേഷകനും നിരാശപ്പെട്ടു പോയിട്ടില്ല. അവരുടെ തലമുറകൾ നന്മയായിട്ടുള്ളൂ. എന്നാൽ പണം പ്രധാനമായിട്ട് കണക്കാക്കി ഏതെങ്കിലും സുവിശേഷം പോയെങ്കിൽ അവൻ്റെ അവസാനത്തു കൂടി അതെല്ലാം തീർന്നിട്ടുമുണ്ട്. അതുകൊണ്ട് സുവിശേഷകരോട് പറയാനുള്ളത്, നമ്മുടെ ദർശനം, കർത്താവിൻ്റെ സാക്ഷ്യം, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടി ഇതൊക്കെയും കിട്ടും. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവം നടത്തിത്തരും. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ വേണ്ട, നമ്മുടെ തലമുറയുടെ ആവശ്യങ്ങളും അവൻ നടത്തിത്തരും. ത്യാഗത്തോടെ പോയ ഒരു സുവിശേഷകൻ്റെയും മക്കൾ ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് തന്നെ ദാരിദ്ര്യമാണെന്ന് നടക്കുന്ന സുവിശേഷകൻ എന്നും ദാരിദ്ര്യത്തിലായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്, എൻ്റെ അപ്പൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് പറയാം. നമ്മുടെ ദർശനം, കർത്താവിൻ്റെ മഹത്വം, അനേകർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ഓരോ വ്യക്തിയും നിത്യനരകത്തിലേക്ക് പോകുന്നുള്ളതായി വരും. യേശുവിൻ്റെ ശിഷ്യരാക്കി തീർക്കുക എന്നുള്ള ദൗത്യം നിറവേറ്റത്തക്കോണം വചനം പഠിപ്പിച്ച് വിശുദ്ധിയിൽ ത്യാഗത്തോടെ സ്വാർത്ഥതയില്ലാതെ സ്വയത്തിന് മരിച്ച് ജീവിക്കുന്ന ശുശ്രൂഷ, അത് പട്ടക്കാരും ചെയ്യണം, വിശേഷകരും ചെയ്യണം, സേവന്മാരും ചെയ്യണം, അല്ല സാധാരണ വിശ്വാസികളും ചെയ്യണം. സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പണം കൊടുക്കാനും ഓർഗനൈസ് ചെയ്യാനുമുള്ള ആളുകളായിട്ട് അവർ തന്നെ കണക്കാക്കപ്പെട്ടിരിക്കുക. ഒരുപക്ഷേ സഭാ നേതൃത്വം അതിനൊരു പ്രോത്സാഹനം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ 12ാം ദിവസം പറഞ്ഞതായ ഒരു കാര്യമാണ്, സുവിശേഷകരായിട്ട് സ്വമേധാ സുവിശേഷകർ ശമ്പളം വാങ്ങിക്കാതെ പണം ചെലവഴിച്ച് സുവിശേഷം വില ചെയ്യാൻ കഴിവുള്ളവരുണ്ട്,
മനസ്സുള്ളവരാക്കി തീർക്കാനായിട്ട് സാധിക്കണം. എന്നാൽ സഭ വളരും. കേരളത്തിനകത്തും വളരും, പുറത്തും. കേരളത്തിൽ സാക്ഷ്യമുള്ള സഭകൾ വളരെ കുറവാണ്. ജാതികളുടെ ഇടയിൽ ഇപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. സഭയിലെ ഭിന്നതകളും അടികളും കേസുകളും വഴക്കുകളും എല്ലാം കൊണ്ട് ഒരു രക്ഷയില്ല. എങ്കിലും സെൻറ് തോമസ് എവാഞ്ചലിക്കൽ ചർച്ചയ്ക്ക് ഓഫ് ഇന്ത്യക്ക് അങ്ങനൊരു ഭാവിക്ക് സാധ്യതയുണ്ട്. സ്വാർത്ഥതയില്ലാത്തവരായി വിശ്വാസികളും ക്രിസ്തീയ ശുശ്രൂഷയിൽ പങ്കാളികളായി തീർന്നാൽ, അതിനുവേണ്ടി സമയം ചെലവഴിച്ചാൽ, ജീവിതത്തിൻ്റെ അവസാനം വരെ. എൻ്റെ അപ്പച്ചനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പച്ചന് 92 വയസ്സായപ്പോൾ, 92 വയസ്സായപ്പോഴാണ് മരിച്ചത്. 87 വയസ്സ് വരെ അപ്പച്ചൻ എല്ലായിടത്തും പോകുമായിരുന്നു. അത് കഴിഞ്ഞ് പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ വീഴുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ബലമായിട്ട് പിടിച്ച് വീട്ടിലിരുത്തി. അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് ദൈവവചനം പറയാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ പാടില്ല. പക്ഷേ 87 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അപ്പച്ചന് സാധിക്കത്തില്ല. ആയുസിൽ 66 വർഷം സുവിശേഷകനായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു. 27 വർഷം മാർത്തോമാ സഭയിലും 39 വർഷം സെൻറ് തോമസ് എവാഞ്ചലിക്കൽ ചർച്ച് ഇന്ത്യയിലും. എപ്പോഴും എൻ്റെ മനസ്സിൽ വരും, പഴയ നിയമത്തിൽ 39 വർഷവും പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 വർഷവും. 66 വർഷവും സജീവമായിട്ട് സുവിശേഷ വേല ചെയ്തൊരു പിതാവാണ് ഞങ്ങളുടെ പിതാവ്. അത് അങ്ങനെയുള്ളതായ പിതാക്കന്മാരുടെ സുവിശേഷകരുടെ സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ മനസ്സിലാക്കി ഇന്നത്തെ തലമുറ ആയാൽ അവരും അതുപോലെ തന്നെ മാനിക്കപ്പെടും. അല്ലെങ്കിൽ ഈ കാലം കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്യും. എൻ്റെ കുടുംബത്തിൽ അപ്പച്ചൻ മൂലം ഞാൻ സുവിശേഷ വേലയിലാണ്. എൻ്റെ നേരെയുള്ള ബ്രദർ മസ്കറ്റിലും മറ്റ് പല സ്ഥലങ്ങളിലും ഗൾഫ് കൺട്രീസിൽ ഇപ്പോഴും സുവിശേഷ വേലയുണ്ട്. ഇന്ന് 79 വയസ്സ് കഴിഞ്ഞു. അതിൻ്റെ ഇളയ ബ്രദർ സെൻറ് തോമസ് ചർച്ച് ഓഫ് ഇന്ത്യയിലെ പട്ടക്കാരനാണ്. കാശ്മീരിൽ 17 വർഷം സുവിശേഷ വേല PM തോമസിനോടൊപ്പം കഴിഞ്ഞു, സഭയോട് ചേർന്നും കഴിഞ്ഞു. മധ്യപ്രദേശിൽ പ്രവർത്തിച്ചു. ഹിന്ദി ബെൽറ്റ് മിഷൻ്റെ ചുമതലയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ മധ്യപ്രദേശിൽ തന്നെ അംലായിൽ സ്ഥിരതാമസമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇളയൊരു സഹോദരനുണ്ട്. അവന് സുവിശേഷ കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ സഹോദരിയുടെ മകള്, അവൾ MSc B.Ed കഴിഞ്ഞ ശേഷം എന്നോടുകൂടെ ഞാൻ EU-നകത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഫുൾ ടൈം പ്രവർത്തിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത് മലബാർ ബൈബിൾ ഫെലോഷിപ്പിലെ PP തോമസ് അച്ഛൻ്റെ മകനാണ്. ആ മകൻ പോയതായ സ്ഥലങ്ങൾ ഗൾഫ് കൺട്രീസിലും ബോംബെയിലുമൊക്കെ ആയിരുന്നു. അവിടെ എല്ലാം സുവിശേഷത്തിന് വേണ്ടി നിന്നൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് അപ്പോളജറ്റിക്സിൽ വളരെ വിദഗ്ധനായിട്ടുള്ള ദൈവവചനത്തിൻ്റെ ഫലപ്രദമായ ഡിഫൻസിന് വേണ്ടി നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ തിരിച്ചു വന്ന് അദ്ദേഹത്തോടൊപ്പം ജോൺസൺ തേക്കടയിൽ നിന്നും ചിലർ കേട്ട് കാണും. അത് അദ്ദേഹത്തിൻ്റെ അളിയനാണ്. അവർ ഒരുമിച്ച് മലബാർ ബൈബിൾ ഫെലോഷിപ്പിൽ പ്രവർത്തിക്കുന്നു, അതിൻ്റെ ചുമതല വഹിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. എൻ്റെ മൂത്ത മകൻ UP-യിൽ ഡൽഹിക്ക് അടുത്ത് നോയിഡയിൽ എഞ്ചിനീയറായിട്ട് പ്രവർത്തിക്കുന്നെങ്കിലും മിഷൻ ഫീൽഡുകളുണ്ട്, സഭയുടെ മിഷൻ ഫീൽഡിലുണ്ട്, USA-യുടെ മിഷൻ പ്രവർത്തനങ്ങളിലുണ്ട്. ഇപ്പോഴവിടെ ഒരു ലോക്കൽ കോൺഗ്രിഗേഷനും ഹിന്ദി സ്പീക്കിംഗ് ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സഭയ്ക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇളയ മകനും അതുപോലെ തന്നെ സഭയുടെ പ്രവർത്തനങ്ങളും മിഷൻ പ്രവർത്തനം കർണാടകയിൽ ഇൻവോൾവാണ്. മകളുടെ ഭർത്താവും അവർ കാനഡയിലാണ്. അവിടെയും EU-ൻ്റെ പ്രവർത്തനങ്ങളിലും യൂത്ത്സിൻ്റെ പ്രവർത്തനങ്ങളിലും വ്യാപൃതനായിരിക്കും. മാസം സാറിൻ്റെ ഭവനത്തിലുള്ള ഒരു ഒട്ടുമിക്ക ആളുകളും സുവിശേഷ പ്രവർത്തന രംഗങ്ങളിലാണ്.